ഗൈസ് ഫൈനലി നമ്മളങ്ങനെ പരിപാടി തുടങ്ങട്ടെ. ഇതിൻ്റെ സ്വിച്ച് ഉൾട്ടയാണ്. അപ്പോൾ സ്വിച്ച് ഒന്ന് ശരിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടികളും സംഭവങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 4x4 ഇട്ട് കഴിഞ്ഞാൽ ഡിഫ് വീഴും, ഡിഫ് ഇട്ട് കഴിഞ്ഞാൽ ലോ വീഴും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. സ്പീഡോമീറ്ററിൽ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാളെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം മണിയാവണ്ടി കയറണം കേട്ടോ. 10 മണിയാകുമ്പോൾ ഒന്നും വേണ്ട കേട്ടോ. ഗായ്സ് ഇവിടെ തന്നെ നമ്മൾ നോക്കുവാണേ എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന ഒരു പിടുത്തൊക്കെ. ആർക്കും ഇപ്പം പണിയെടുക്കാൻ ഒരു താല്പര്യമില്ലല്ലോ. കാണിക്കുന്നത് ആകെ ആക്കണമെന്ന് പറഞ്ഞേ. ആ മതിയോ? ഭയ്യാ ഇതറിയാ അവിടെ വെച്ചോളെ. നീ 4x4 ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കോ. എല്ലാം വെച്ചേക്കുമല്ലേ? 4 ഇട്ട് വെച്ചാരെ. 4 ഇട്ട് വെച്ചാരെ. ഫസ്റ്റിലിട്ട് വെച്ചേക്കോ. ഇപ്പൊ അറിയാൻ പൊങ്ങുമ്പോ. ആ കറങ്ങുന്ന ഏതാ? ഈ ഫ്രണ്ട് ടയർ കറങ്ങും. അല്ല കറങ്ങുന്ന ഏത് ഇതിലാ? കറങ്ങുന്ന ഇത് വെക്ക്. അവൻ വണ്ടി നോക്കണേ, വണ്ടി നോക്കണേ, അങ്ങോട്ട് നോക്കണേ. ആ വാശിയിലാണ് നിൽക്കുന്നത്. ആ വാശിയിലാണ് സുക്കടി ഞാൻ പറ്റും. എന്നാ പറയാ, ഇവർക്ക് എങ്ങനെയെങ്കിലും വണ്ടി എടുത്തിട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഇതാ. അത് നമ്മളെ റണ്ണിങ് കണ്ടീഷനല്ലോ. അത് ഇവർക്ക് ആ പഴയ ഒരു ഇതില്ല കേട്ടോ. ആ ബസ് 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 അയ്യോടാ അടുത്തോ ഇല്ലല്ലോ. तोटा भैया तोटा पीछे करो तोटा. हाँ बस बस नहीं है, काम नहीं करेगा. नहीं है 4x4 वर्किंग नहीं है. नहीं है ना. पीछे करो पीछे करो. वर्किंग ओके ओके. एक मिनट എവിടെയാണ് റിവേഴ്സ് എടുത്തേ? എടാ ലിബിനെ വർക്കായല്ലോ, ഇങ്ങ് വന്നേ. ആ ആ 4x4 എടുത്തില്ല, ഡിഫിലെടുത്തു. ആ ആ 4x4 എടുത്തില്ല, ഡിഫില്. ആ 4x4 വർക്കാന്നില്ലല്ലോ. 4x4 പണ്ടോണ്ട് നീങ്ങിട്ടില്ല. ഒന്നുകൂടി വെക്കരുത്. ഒന്ന് ഫ്രണ്ട് പൊക്കി തരാമെന്ന് വെച്ചിന്. നീ ചോദിക്കുക, വെക്കാൻ പറ. എങ്ങനെയാ വെക്കാൻ പറ അവനോട്. ഫ്രണ്ട് എന്തെങ്കിലും പൊക്കിട്ട് തന്നെ ഇട്ടാ. ഫ്രണ്ട് പൊക്കി ടയർ ഇറങ്ങുന്നുണ്ടോ 4x4 ഇട്ടിട്ട്? ഫ്രണ്ട് പൊക്കി ഗ്ലാസ് കൊട്ടു. 4x4 എടുക്കുന്നില്ല, ഡിഫില് പൊങ്ങി. 4x4 കംപ്ലൈൻറ്റാ. അപ്പം എങ്ങനെ ഡിഫില് ലോക്കാം? നീ ഒന്ന് വിളിച്ചു നോക്കട്ടെ, കാണിച്ച്. ആ ഇതാ നമ്മൾ ഒന്നും കൂടെ പൊക്കി നോക്കുക കേട്ടോ. ആ പൊട്ടങ്ങ ഇലക്ട്രീഷ്യൻ ഇതെല്ലാം ഉൾട്ടാ കൊടുത്തു ഗൈസ്. നോക്ക് പോയിട്ട് കൊടുക്കട്ടെ. ഇതാര് കൊടുക്കും? കൊളുത്ത് ഭയ്യാ കൊളുത്തു നോക്കട്ടെ. ഈ പ്രാവശ്യം റെഡിയായി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങി കിട്ടിയാൽ മതി കേട്ടോ. വണ്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ബേക്ക് വരുമല്ലോ ഭയ്യ. ഫ്രണ്ട് ആയേगा सरदार जी. ആയോടാ फ्रेंड आएगा. ലിബിനെ क्या करना है इसको? पोकन ऊपर ऊपर कर देंगे. ये गाड़ी तोटा फ्रंट में आएगा. अच्छा है. ആയോ? ആ ഒരു ഇല്ല 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 പറയാം പൊക്കട്ടെ. ആ ബസ് ഗൈസ് ഒന്നും കൂടെ പൊക്കി നോക്കുവാണേ. 4x4 പൊങ്ങട്ടെ. പൊങ്ങട്ടെ. ബസ് എവിടെ എടുക്കട്ടെ. ആ എടുത്തോ എടുത്തോ. ആ ഫ്രണ്ട് എടുക്ക. നീ റിവേഴ്സിലാ എടുക്കണേ. ഫ്രണ്ട് നീങ്ങുന്നുണ്ട്. നോക്ക് ഇവിടെ. റിവേഴ്സ് എടുക്കല്ലേ, ഫ്രണ്ട് എടുക്ക. നോക്കിയേ. ആ എടുത്ത. അതുകൊണ്ട് ഇത്രയും പോക്കല്ല, ഇത്ര താത്താൻ പറഞ്ഞേ. भैया तोटा पीछे करो. हाँ बस बस ए तोटा अब तोटा हाँ
ഫ്രണ്ടിലോട്ട് ഇതൊരു വീടുന്നില്ല हाँ बस राइट എടുത്തു साथियों ठीक है पीछे कर ये उल्टा है अभी ठीक है आप उल्टा करेगा मैं उल्टा आएगा आप 4x4 लो में डालेगा अभी ठीक है हाँ यही प्रॉब्लम मैं मेरी बात सुनो ना സംഭവം നോക്കി ശരിയായി ആ കാണാരൻ സാധനം തിരിച്ചു കൊടുത്താട്ടോ വണ്ടി കെട്ടാടോ പിന്നെ വണ്ടി കൈസ് അപ്പുറത്തെ പണിക്ക് വേണ്ടി അപ്പുറത്തോട്ട് വണ്ടി ഇടാൻ വേണ്ടി പോവാ കേട്ടോ ആ വണ്ടി ഇപ്പൊ ലോഡ് കയറ്റാൻ വേണ്ടി വന്നു എല്ലാം മാറി കിടക്കുവാണല്ലോ നേരെ കയറ്റാൻ വേണ്ടി പോവാ കേട്ടോ ഇപ്പം കയറ്റും നേരെ കയറ്റി ടീക്ക് പൈസക്ക് വേണ്ടി കൈതിട്ടിയാ 5 രൂപ കൊടുക്കൂല 5 രൂപ എന്ന് വെച്ചാൽ 5 രൂപ മുമ്പിച്ച് പാലം കെടുത്തി കളഞ്ഞു അവൻ്റെ മുന്നിൽ ഇപ്പോൾ ആയതുകൊണ്ട് ഇപ്പം വന്നാലേ വരുമൊന്നുമില്ല നേരെ വണ്ടിയെ ഇലക്ട്രിക് പണിക്ക് വേണ്ടി കയറ്റും കേട്ടോ 10 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞാൽ കട തുറന്നില്ലല്ലോ ലേറ്റായിട്ടേ തുറക്കുണ്ടാവുള്ളൂ എവിടെ ഇടും ഈ വണ്ടിയുടെ ബേക്കിലിടുന്നതായിരിക്കും ഏറ്റവും സേഫ് തക്കാലം ഒരു നമ്പർ അടിച്ചു വെക്കണം അല്ലേ നമ്പർ അടിച്ചു വെക്കണം അല്ലേ എവിടെ ഇരുന്നേ അവിടെ ഇടാം ഇങ്ങോട്ടിട് പോട്ടെ 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 ഫ്രണ്ടിലോട്ട് വണ്ടി ഇടും കേട്ടോ സ്റ്റിക്കർ ഇച്ചിരി കൂളിങ് ഇച്ചിരി പണി എടുക്കണം വണ്ടിക്ക് പിന്നെ എവിടെ ഇടാന്നാ പറഞ്ഞേ വണ്ടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും കേട്ടോ വണ്ടി ഇപ്പം പോയിട്ട് തിരിച്ചു കൊണ്ടുവരണം കുറച്ച് ഹായ് നേരെ മുന്നോട്ട് പോയി കേട്ടോ ഓ എക്സിൻ്റെ പരിപാടിക്ക് വേണ്ടി കേട്ടോ നമ്മൾ പോകുന്നത് റെഡ് ടിക്കറ്റും കാര്യങ്ങളും ഇടുന്നേ അപ്പം അതിന് വേണ്ടി ഇനി ഇന്നാ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാ പരിപാടിയും കഴിയാമല്ലോ അതായത് കിടക്കാൻ ഇരിക്കാൻ എല്ലാ കാര്യം സേഫായിട്ട് വെക്കണേ അപ്പോൾ അതുകൊണ്ട് നമ്മളോട് 2 ദിവസമായിട്ട് വരാൻ വേണ്ടി പറയുന്നു അപ്പോൾ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അതിൻ്റെ പണി തീരുമ്പം കൊണ്ടു വെക്കാൻ വേണ്ടി ഇന്ന് അതിൻ്റെ പണി തീർക്കണം എടുക്കണം അതേപോലെ തന്നെ ഇന്ന് പിന്നെ നമുക്ക് കൂളിങ് കുറച്ച് കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം ഇപ്പം തന്നെ ഇയാളെ വണ്ടി കാണിച്ച് ഏകദേശം ചെയ്യണം അതുപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേപ്പ് വെട്ടി അങ്ങനെയുള്ള സാധനം ഇന്ന് ഉൾട്ടയാ ഓഫ് ഓണാ ഏതാ അതിന്റെ ഓഫ് ആണോ ആ എന്ന് വെച്ചാൽ ഓഫ് ആക്കുമ്പോൾ പിടുത്തമുണ്ട് ആ അപ്പൊ ഈ ഡിഫിലോ ലോയിലോ എവിടെ ഇപ്പൊ ഓഫ് എടുക്കുന്നത് ആ വേറെ ആരെങ്കിലും ഒന്ന് കാണിച്ചു നോക്കിയാലോ ആരെ കാണിക്കാൻ പൊട്ടൻ അറിയത്തില്ല പിന്നെ ചെയ്യുന്നത് കമ്പനി കയറ്റിയാലോ കമ്പനി കയറ്റി അറിയാം അതിന്റെ ഡിഫ് ലോക്കും ഇപ്പൊ 4x4 എടുത്തില്ലേ ആ ബാക്കി എല്ലാം ഉൾട്ടയായി വീണ്ടും ഉൾട്ടയായി ആ അതായത് കാല് കൊടുത്തിട്ട് വണ്ടി നീങ്ങുന്നില്ല ഇങ്ങനെ പവറായിട്ട് നിൽക്കുക ആണോ ആ കൺഷൻ വ്യത്യാസമാണ് അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലാതെ നമുക്ക് പറ്റത്തില്ല കേട്ടോ ഗൈസ് നോക്കൂ ഫൈനലി നമ്മളങ്ങനെ അപ്പോൾസറി വർക്കിന് വന്നിരിക്കുകയാണ് ഈ കാണുന്ന അശോക് കുമാർ സീറ്റ് വർക്കിൻ്റെ അടുത്താണ് അശോക് കുമാർ നമ്മൾ അശോക് ലൈലാൻഡ് കയറി നേരത്തെ സംസാരിച്ചു ഇപ്പോൾ അശോക് കുമാറിൻ്റെ അടുത്താണ് നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട് ഗൈസ് അതായത് നമുക്ക് പരിപാടികൾ ഇനി കുറേയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇലക്ട്രീഷ്യൻ വരാൻ നേരത്ത് ബാക്കി പരിപാടികളും കാര്യങ്ങളും നമുക്ക് ചെയ്യണം ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞ് 4x4 ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇലക്ട്രീഷ്യൻ വരൂലേ പണിയെടുക്കാൻ അവനെ കൊണ്ട് മാറ്റി കൊടുക്കാൻ പറയാ ഇപ്പം വരൂലോ അതായത് ഇതിൻ്റെ പിന്നെ ഡീസലിൻ്റെ സാധനം നോക്കണം പിന്നെ സ്പീഡോമീറ്റർ നോക്കണം അങ്ങനെ നമ്മൾ ഫാക്ടറി ഫോർ ജബൽപൂരും ഇല്ല അശോക് ലൈലാൻഡ് ഏതൊന്നും കെയും ഇല്ല എവിടെയാണ് കെ ഇല്ലാത്തവനായി പോയിടാ ജബൽപൂർ എവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞേ ഇവിടെ ജബൽപൂർ അത് നമുക്ക് ഒപ്പിക്കണം അവൻ്റെ അടുത്ത് നിന്ന് ഗൈസ് എന്തായാലും നമുക്ക് വണ്ടി അവിടെ വെക്കണം ഇവിടെ വെക്കണം എന്നൊക്കെ കുറച്ചും പറയാം കേട്ടോ ഇവിടെ അയാളെ പോയി ചാക്കിടാൻ പോയി ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അത് നിങ്ങളെ കാണിച്ചില്ലല്ലോ ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അയാളെ കണ്ടിട്ട് നമുക്ക് കാണിച്ചു കൊടുത്താൽ പോരെ ആരെയാ അയാളെ കാണുന്നതിന് മുമ്പ് തന്നെ കാണിച്ചു കൊടുക്കണം ഗൈസ് തന്നെ മോനെ പിന്നെ ഗൈസ് ഇതിൻ്റെ അകത്ത് കൂട് നിറച്ചും പല സാധനങ്ങളും നമ്മുടെ വണ്ടി ഫിറ്റുകളാണ് ഇതിൻ്റെ അകത്ത് നിറച്ചുള്ളത് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഒരു സൂണപ്പം വരാനുണ്ട് ഇവിടുത്തെ ഊരിപ്പോയോ അത് ഊരിപ്പോയി കിട്ടണം അപ്പോൾ അതിൽ നമുക്ക് നേരെ മിസ്റ്റർ സുഗുണപ്പൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ അല്ലെങ്കിൽ പരിപാടികളൊന്നും നടക്കില്ല നമ്മൾ മാത്രമേ ഇവിടെ ഇങ്ങനെ വന്നെടുത്തിട്ടുള്ളൂ കേട്ടോ
വേറെ ആരും ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അവൻ പറഞ്ഞല്ലോ ഇങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ഇന്ന് വരെ ആർക്കും ഇങ്ങനെ വണ്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവൻ പറയുന്നത്. ഈ വണ്ടിക്കൊക്കെ അടിക്കുന്നല്ല, അല്ലെ ഇത് തുരുമ്പാന്ന് വിചാരിക്കും ആൾക്കാരെ. സത്യം. പുള്ളിയുടെ കാലും കൈയൊക്കെ പിടിച്ച് മഴക്കാലം ആയില്ല, ഇനി എല്ലാ റെക്സിന്റെ പരിപാടി അങ്ങനെ ശരിയാക്കി എടുക്കട്ടെ സംഭവം പരിപാടികൾ. मेरा कर दो आज കൈസ് ഇന്ന് ചെയ്തു തരാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. ഈ ആശാനാണ് നമ്മുടെ സാധനം അടിക്കേണ്ടത്. നമ്മുടെ ആ കാണുന്നതിന്റെ ഇത് അടിച്ചില്ല നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ ഈ സാധനത്തിന്റെ ഒരു പവർ അത് കൈ പിടിച്ചാക്കുന്ന. ഏതാ ഇടുന്നേ? ഏതാ ഇടുന്നേന്ന്? कौन सा वाला ए वो पैसा 3500 में ठीक है ना? डायमंड कट है तो बढ़िया लगा के देंगे। आजकल जो नया डिजाइन चल रहा है, अच्छा ये जैसे है ना, हाँ अड़चोला बरा कर दो कर दो। ड्राइवर सीट को, सीट को आएगा, सेंटर सीट को। ठीक है वो करो, ठीक है। आप अच्छा करो यार। वो पैसा करेक्ट है? वो 3500 ठीक है ये माल में? ഒന്നും പറയാൻ നിൽക്കണ്ട, അത് ഓക്കെ പറഞ്ഞു വെച്ചല്ലേ. मेरे को समझ नहीं आया कितना। हम बोले ना 3500 पूरा ये मैं करे ना നീ വെറുതെ കരാ കൊരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് പറഞ്ഞു പിന്നെ सेंटर वाला सीट है हाँ 8 इंच का, हाँ एक वो बनाना हाँ है, ड्राइवर सीट और कनेक्टर सीट। हाँ वो ऊपर वाला, ऊपर वाले को पट्टी डालना, हाँ वो जो मटेरियल वो ही रहेगा, हाँ उसको पट्टी लगाना। मर्दंगरा बोला था मैंने कितना, इतना नहीं बोलेगा आप मेरे को. हाँ हाँ बोलेगा. फिर मैंने माइनस किया था 500 200 नहीं है 500 3500 आप चाचा 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 दीदो बोले भगवान है सच में बोले. एक मिनट चाचा आप बोलेगा यही है. ये देखो ना, ये तो फिर मैंने हाँ ठीक है ठीक है ठीक है ठीक है ठीक है ठीक है. मेरे को जल्दी दे दो, थोड़ा जल्दी दे दो. मैं केरला जाएगा भैया. अभी कितना टाइम हुआ? 11 बजे 4 बजे तक मिल जाएगा आपको। 4 बजे थोड़ा लगाना है ना एक ऑटो का भी। हाँ उसका भी वो छोड़ दो. नहीं छोड़ो नहीं। मैं पहले आएगा ना. मैं पहले ऑलरेडी बोले ना. मैंने लड़के को अभी शुरू करने लगे हैं काम। इधर रखेगा गाड़ी? इधर ही रहने दो जहाँ पे है। प्रॉब्लम नहीं है? कोई बात नहीं, कोई प्रॉब्लम नहीं। गाड़ी के अंदर सामान है क्या वो फिटिंग गिटिंग? नहीं आप मैं इधर इलेक्ट्रिशियन के पास जाएगा, इलेक्ट्रिकल काम है. मैं अभी आएगा. कोई बात टेंशन नहीं है. बंदों को बोलो कर दो बोलो. मैं അളവെടുക്കാൻ പറയുവനെ. शुरू करने लगा हूँ बस। और नहीं है कुछ नहीं. ബൈ ഗൈസ് ഫൈനലി ആശാനെ പറഞ്ഞെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആശാനെ വല്ല മനസ്സിലായെന്നുള്ള ദൈവത്തിന് അറിയാം കേട്ടോ. വണ്ടിയുടെ ലോക്ക് ഇതിൻ്റെ അകത്താട്ടോ. പിന്നെ ഒരു ഗുണമുണ്ട് അതിനകത്ത്, ഈ മൈക്കിൻ്റെ സാധനങ്ങൾ ഇട്ടുകൊണ്ട് എല്ലാം മാഗ്നറ്റിക്കാണ്. 1 അടിച്ചടാ 2 ഇതെടുത്തു. വണ്ടി ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് പോകാട്ടോ. താക്കോലും കൊടുക്കാം. ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഉത്തവാദിത്തം അവരുടെ, തുറന്ന് വെക്കുവാണെങ്കിൽ ഉത്തവാദിത്തം നമ്മുടെ. ഗൈസ് അതായത് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം പോവും, ചിലപ്പോൾ എല്ലാം കിട്ടും. എല്ലാം ദൈവത്തിനറിയാം. ഇപ്പം ഭയങ്കരമായിട്ട് ഡീസൽ കള്ളന്മാരും ബാറ്ററി കള്ളന്മാരും ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. വണ്ടി ഓടിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അതായത് വണ്ടി പരമാവധി പിന്നെ ബാറ്ററി ഒക്കെ ഉള്ളത് ഭിത്തിയോട് ചേർത്തിടാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ വണ്ടികളോട് ചേർത്തിടാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ആ വണ്ടിക്കാരായിട്ട് ചോദിക്കുക നിങ്ങൾ എപ്പോഴാണ് പോകുന്നതെന്ന്. നമ്മൾ കൊണ്ട് വണ്ടി ഇട്ടിട്ട് അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കിട്ടും. അപ്പം ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് മുംബൈ റൂട്ടിലൊക്കെ ഭയങ്കരമായിട്ട് കള്ളന്മാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഡീസൽ എന്ന് പറഞ്ഞാൽ ഡീസൽ ഫുൾ അടിച്ചുകൊണ്ട് പോവാണ്. അല്ലേടാ ലിവിനെ? ഡീസൽ മാത്രമോ? ബാറ്ററിയോ? ബാറ്ററി കണ്ടവന്മാർ അടിച്ചോണ്ട് പോകും. അതെ അതെ. ഇതിന് ഇതൊക്കെ വർക്കിംഗ് കേട്ടോ. സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ. ഗൈസ് താക്കോലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് പേടിക്കണ്ട. പുതിയ ലോക്ക് വെച്ചോണ്ടാ, അല്ലെ അതും ഉണ്ടാവില്ല. ഞങ്ങൾ ഇതൊക്കെ സെപ്പറേറ്റ് വെച്ചതാണ്. അതിന് 1000 സംതിങ് ആണ് ഒരെണ്ണത്തിന്. 1000 സംതിങ് പണിക്കൂലി മറ്റേ പുള്ളിക്കാരൻ കൊടുത്തു. പുതിയ സാധനം ഞങ്ങൾ ഇതാക്കി. എങ്ങനെയാണ് അത് തന്നെ. എന്നിട്ട് നോക്കിയേ, അതില്ലേ ഒരു പ്രത്യേക ലോക്കാണല്ലോ. നീ ഒന്ന് നോക്കിയോട്ടാ. കൂളിംഗ് അടിക്കണ്ടേ? കൂളിംഗ് അടിക്കാം. കൂളിംഗാരനെ പിടിക്കാം. പാ എല്ലാം പണി കാണിക്കണം. ലിവിന ആ കൂളിംഗാരനോട് പോയി പറയാം. ആ എന്നാ പറയണ്ടേ? വരാൻ പറയാം, വണ്ടി നോക്കാൻ പറയാം. ആ മഴ പെയ്തില്ലേ? അത് താക്കോൽ അവിടെ കൊടുത്തേ. ആ നീ ഒന്ന് ഉറപ്പെടുത്ത്. ഉറപ്പെടുത്തി, 2 സൈഡ് ഉറപ്പെടുത്തി. നോക്കണേ, മേളും പൂട്ടിയില്ലേ? കൂളിംഗ് ഫുണ്ടനെ വിളിക്കാം. പാ ആ ഫുണ്ടാ നമ്മളോട് പറഞ്ഞത് വേറൊരു പൈസയാണ്. നമ്മളിനി അവനെ പോയിട്ട് വീഴ്ത്തണം. അതാണ് ആദ്യം പോയി അപ്പുറത്തെ ചായക്കടക്കാരനെ, ഞാൻ കമ്പനിയാണ്, ചായക്കടക്കാരനോട് സംസാരിക്കാൻ പറയാം. എന്നാ അപ്പോൾ ചായക്കടക്കാരൻ സംസാരിക്കും. ആ പുള്ളിക്കാരൻ്റെ മോനും ഞാനും ഭയങ്കര കമ്പനിയാണ്. എടാ ഇവിടെ സാധനമൊക്കെ അടിക്കാൻ ലാഭം. പക്ഷെ എത്ര നാള് നീണ്ടു നിൽക്കുമെന്നുള്ള സംശയം. മനസ്സിലായോ ലിവിനെ? നാട്ടിൽ കിട്ടുന്നതിനും പൈസ കുറച്ചാട്ടോ ഇവിടെ ഡയമണ്ട് കിട്ടുന്നത്. चाचा ये आपका उत्तरवादी के दे दो
എല്ലാം പുള്ളിയുടെ തല വെച്ച് കൊടുത്തു. ഇനി നമുക്ക് പോകാം ഗൈസ്. ബാധ്യതയുടെ താക്കോല് പുള്ളിക്കാരന് കൊടുത്തു. അതെ, ബാധ്യതകൾ മാത്രം ഗൈസ്. ഇത്ര നാൾ ഞങ്ങൾ മുടിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. മുടിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത മാത്രം, ബാധ്യതയും കടവും മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് പണ്ട് പോലെ അറിയുന്നില്ല. ഐലാൻഡ് വന്നു കഴിഞ്ഞാൽ ഗതി പിടിക്കുന്നു. അങ്ങനെ ഐലാൻഡ് വന്നു, നമ്മൾ ഗതി പിടിച്ചു. നമ്മുടെ കനവും ഭാരവും അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിൽ പോയിട്ട് കൂളിങ്ങാരനെ കാണണം. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇന്നലെ അയാൾ ഭക്ഷണം കഴിച്ചില്ല. ഇന്നലെ അയാളുടെ അടുത്ത് രാജമേ കടിപ്പക്കടയായിരുന്നു. അത് കഴിക്കുന്നപ്പോൾ കഴിക്കാതിരിക്കുന്നത്. ഇവൻ്റെ അടുത്ത് കൊണ്ട്, പക്ഷേ ഇവൻ്റെ അടുത്തേ ആ ചോള മാത്രമേ ഉള്ളൂ. ആ ചോള കഴിക്കുന്ന ഭേദം കഴിക്കാതിരിക്കുന്നു. ഇതാ എടുക്കുന്നത് നമ്മുടെ മോഡൽ. പറയാ പോലെ അവിടെ ബെൽഡ് ചെയ്യുക. എന്നോട് ഇവിടുന്ന് പറഞ്ഞാൽ മതി. ഈ സൈഡ് കണ്ടാ, ഈ സൈഡ് ഡബിൾ ക്യാബിനാ. ഇതിനെല്ലാം ഉണ്ട് കേട്ടോ. ക്യാബിൻ വലുതുണ്ടോ? അല്ലടാ, അതെ, വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഉണ്ട് പിന്നെ ഒരു വ്യത്യാസമില്ല. ഡബിൾ ക്യാബിൻ ഏകദേശം സെയിമാ ക്യാബിൻ. ബാക്കിയുള്ള ഈ 4x4 മാത്രമൊക്കെ വ്യത്യാസമുള്ളൂ. പോയി അണ്ണൻ്റെ താളവും അണ്ണൻ്റെ ഭക്ഷണവും. ബാ, അതാണ് ഇവിടുത്തെ ഇന്നത്തെ പരിപാടി കേട്ടോ. രാവിലത്തെ പ്രോഗ്രാം അണ്ണൻ്റെ താളവും അണ്ണൻ്റെ ഭക്ഷണവും. കോളാമ്പി ഇതെന്താ അനൗൺസ്മെന്റ് വേണ്ടിയാ? അതെന്തോ പാർട്ടിയുടെ പരിപാടി പോകുന്നു. നമുക്ക് പോയിട്ട് അണ്ണൻ്റെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കറണ്ടിന്റെ കാര്യം കോമഡി. കറണ്ട് ഇല്ല, പക്ഷെ ഫ്രീ ആണ്. ഗൈസ്, കറണ്ടൊന്നും ഇല്ല കേട്ടോ. എപ്പോഴൊന്നും കിട്ടത്. ചോദിക്കാം ഇന്ന് എന്നാന്ന് ചോദിച്ചേ. ഇന്ന് എന്നാന്ന് ചോദിക്കും പറയും. ഇന്നലെ ये राजमा डेली राजमा है, दूसरा बना है वो। राजमा डेली होता है, 2 चेंज होता है। एक आज आलू गोभी का सब्जी भी है। हाँ, दे दो दे दो दे दो दे दो. ഇന്ന് വെറൈറ്റി ഉണ്ട്. രാജമ ഉണ്ട്, ആലു ഗോപി. രാജമ ഡെയിലി ഉണ്ട്. അതായത് ഗോപി എപ്പോഴും ഉണ്ടാകും കേട്ടോ. അതിന്റെ ഇടയ്ക്ക് സാധനങ്ങൾ മാറും. ഗോപി ഇടയ്ക്ക് വരയ്ക്കുകയും ചെയ്യാം. ഐസ് എങ്ങനെയാണെന്ന് അറിയില്ല. ആശാൻ എടുത്തോണ്ട് തരട്ടെ കേട്ടോ. ഡാലു ഇത് നീ റൊട്ടിയാണ് ചാവലാണ്? റൊട്ടി. हाँ रोटी। एक आदमी का रोटी दे दो, एक आदमी की चावल दे दो. ഓക്കെ, പാനി ദേ ദോ. താങ്ക് യു. മേ കായേഗാ ഗൈസ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കാര്യങ്ങൾ ഇങ്ങനെയാണ് ഗൈസ്. ഓ ബസ് ദൂസറ നൈ ചെയ്യ്. ഇവിടെ ഇരിക്കാമല്ലടാ, അവിടെ ഇരിക്കാം. ഓ മഴയാണ്, മൊത്തം നനവാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പുള്ളിക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നുണ്ട് എനിക്കറിയത്തില്ല. ഇവിടെ ഈ ബസ്മതി റൈസാണ് ഉള്ളത്. അതിന് ഭയങ്കര വില കേട്ടോ. 110 രൂപ. ഇവിടെ യൂറോപ്പിൽ 4 യൂറോ അല്ലേ? പകുതിയും ഞങ്ങളുടെ സാധനം തന്നെയാണ്. ഈ അച്ചാർ ഞങ്ങളുടെയാണ് തന്നെ. ആലു ഗോപി, ഡാലല്ലേ? ഇവിടെ ഡാലെന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ചെറുപയറിനാണ് ഡാല്. ഇതാണ് ആലു ഗോപി. ചില ദിവസം പുള്ളിയുടെ ഭക്ഷണം ഗോവിന്ദ, ചില ദിവസം കുഴപ്പമില്ല കേട്ടോ. ദിവസങ്ങളെ ദോ റൊട്ടി ബസ് കഴിച്ചിരിക്കും. ഇന്നത്തെ കുഴപ്പമില്ല. ഇല്ല, ഇന്നത്തെ കഞ്ഞി ചേച്ചിയുടെ കഞ്ഞി നല്ലതെന്ന് പറയുന്ന പോലെ കഞ്ഞിയും സാമ്പാർ സൂപ്പർ. ഇന്നത്തെ കുഴപ്പമില്ല. കഴിക്കട്ടെ. കഴിച്ചിട്ട് കുറേ പരിപാടി ചെയ്യാനുണ്ട്. നാളത്തോടെ പോകണം. അതിനുവേണ്ടിയുള്ള പ്ലാനും പദ്ധതിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളത്തേക്ക് പോകണം ഗൈസ്, പോകണം. ഇന്ന് മൊത്തം തീർന്നാലേ നാളെ രാവിലെ വണ്ടി എടുത്ത് പോകാൻ പറ്റുള്ളൂ. എവിടെ ഇരുന്നാൽ പോരാ, അവിടെ ഇരിക്കണ്ട, അവിടെ എടുക്കാം. ഒരു തൈരും കൂടെ പുള്ളിക്കാരൻ വെക്കുന്നതിൽ ചപ്പാത്തി ആൻറ്റി കറി. ഡാല് കുഴപ്പമില്ല, നോക്കി. ഞാൻ വേണം. ഇവിടുത്തെ ഡാലിനൊരു പ്രത്യേക ഒരു ഇതാ ടേസ്റ്റാ അല്ലേ? കുഴപ്പമൊന്നുമില്ല. അല്ലേ, സ്റ്റിക്കർ വർക്കിനുള്ള പരിപാടിയായിട്ട് നടക്കും കേട്ടോ. നാളെ ഇപ്പം പോവാം അല്ലേ? നാളെ പോവാം. അതായത് ഗൈസ് നാളെ ഇപ്പം ഇവിടുന്ന് പോവാം കേട്ടോ. നമ്മൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾസറി. ഉണ്ടായിരുന്നോ? ആ ഈ ആളിച്ച് പൈസ കൊടുത്തിട്ട് എന്നാ പറയുന്നത്? പൈസ ചോദിച്ചാണോ? ആ, എത്രയാ? ടയർ എവിടുന്നോ വന്നാണോ പോകുന്നതാണോന്ന് എനിക്ക് അറിയത്തില്ല. പോകുന്നതായിരിക്കും. എന്തായാലും ഒന്നായിരിക്കും കേട്ടോ. ഇത് എടാ തുറന്നില്ല കേട്ടോ. സുഗുണൻ തുറന്നില്ല. പരിപാടിയുടെ 11 മണി കഴിഞ്ഞേ. 11 മണി കഴിഞ്ഞു. ഇന്നലെ പുള്ളിക്കാരൻ പറഞ്ഞില്ലായിരുന്നു സൈഡിൽ നിന്ന് വിളിക്കാനും. വരുമ്പോ 12 മണി ആവുന്നു. വരുമ്പോ 12 മണി ആവുന്നു. എടാ പുള്ളി തന്നെ പരിപാടി കാണിച്ചേ. നമുക്ക് കൂളിങ്ങാനെ വിളിച്ചാണോ ലിവിനെ? പെയിന്റ് അടിപ്പിക്കണ്ടായിരുന്നോ? ഓ വേണോ ലിവിനെ? ഏനാ പെയിന്റ് ഒക്കെ അടിക്കണോ? എന്നാ നാട്ടിൽ ചെന്നടിക്കാം. നാട്ടിൽ ചെന്നടിക്കാം. നിന്റെ അഭിപ്രായം എന്നാ? അടിച്ചാൽ നല്ലത്. പക്ഷേ ഈ മഴയത്ത് അടിച്ചിട്ട് കാര്യമില്ല, ഒലിച്ചു പോവുള്ളൂ. പെയിന്റ് അടിക്കേണ്ട കാര്യമില്ലെന്ന്. ഫൈനലി നമ്മൾ അവിടുത്തെ കടയിൽ ഇത് ചെയ്യുന്ന പയ്യനെയും കൂട്ടിക്കൊണ്ട് നേരെ പോവുകയാണ്. എന്തിനാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്കർ അടിക്കാനുള്ള അളവെടുപ്പിക്കാൻ വേണ്ടി. അളവെടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റിക്കർ അടിക്കാം. സ്റ്റിക്കർ അടിച്ചില്ല ചൊവ്വ ഉണ്ടാവില്ല അല്ലേ പിന്നെ? അതെ 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 അതെ. നാട്ടിൽ കിട്ടുന്നതിലും ചാത്തനായിരിക്കും ഇവിടെ കേട്ടോ. പിന്നെ നമ്മൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടുക. ഓവറുള്ളി വെയിലേറായിരിക്കാം. ഇവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റൽ പറഞ്ഞാൽ പക്ഷെ ആർക്കും അറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ വലിയ ഹോസ്പിറ്റലാണ്. കോഹ്ലിയുടെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കോഹ്ലിയുടെ ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ 10ാം കോട്ട് പകുതി അവന്മാരുടെയാണ്. നമ്മളിപ്പോഴാണ് എല്ലാം അറിഞ്ഞു വന്നത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ കൊട്ടീശ്വരൻ. പിന്നെ ഒതുങ്ങി തീരാനാകാൻ പോവാ കേട്ടോ. ഏകദേശം കഴിഞ്ഞു. നാളെ പോവാം. ഒരു ഉച്ചയ്ക്കൊരു 1 മണി 2 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. റൂബിക്കോൺ കിടക്കുന്ന നോക്കി. കാശുള്ളവൻ്റെ റൂബിക്കോൺ.
കാശില്ലാത്തവൻ താർ. ഗൈസ് നമുക്ക് നേരെ ഇവനെ കൊണ്ട് പറയിപ്പിക്കാട്ടോ. സുനോ ए तीन हाँ ये चाहिए ये हाँ दो हाँ उधर ही है और इधर ही है ये वाला हाँ हाँ पूरा ये पूरा ठीक है और फ्रंट है फ्रंट भी पूरा है। हाँ फ्रंट में और इधर भी है हाँ ये भी है ठीक है आओ बोलो बोलो एक ही गाड़ी एक ही गाड़ी अभी दूसरा गाड़ी आएगा आज नहीं है 2 दिन बाद आएगा പക്ഷേ ഇവിടെ എന്തോ മിലിറ്ററിയുടെ എന്തോ പരിപാടിയാണല്ലോ ഏതോ വലിയ നേതാവ് എന്തോ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ എന്നാന്നുള്ള എനിക്ക് അറിയത്തില്ല എന്തോ വലിയ സംഭവം ഉണ്ട് അവിടെ അവർ തോക്കും സംഭവമൊക്കെ ആയിട്ട് പിടിച്ച് നിൽപ്പുണ്ട് എന്നാന്നുള്ള അറിയത്തില്ല കേട്ടോ എന്നാന്നുള്ളത് ആരോ വന്നാന്ന് തോന്നുന്നു എന്തോ പരിപാടിക്ക് എന്തോ വലിയ ആരോ വരുന്നുണ്ട് ആ വലിയ ആരോ വന്നിട്ടുണ്ട് അതാ അല്ലടാ ലിവിനെ ആ വന്നത് എന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല ഫോട്ടോ എടുക്കാൻ എന്തിനാ അവിടെ കാണിക്കാൻ എന്നാൽ അവന് വന്നാൽ പറയാം അല്ലേ ഗൈസ് എടാ ഈ സാധനമൊക്കെ അടിയിലെ സാധനമൊന്നും ഇല്ല ഗൈസ് അതൊക്കെ ചലങ്ങി ഇതൊക്കെ ചെന്നിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ള വേറെ രക്ഷയൊന്നുമില്ല ആ സാധനം മേടിക്കാൻ ഓർക്കണേ അപ്പം നാട്ടിൽ കിട്ടും സംഭവം ഇപ്പോഴും 4x4 ലോയിലെ ഡിഫ്ലിങ്ങാനാ ഓഫിൽ ഓടുന്നത് ആ ആരെല്ലാം കൊണ്ട് എങ്ങനെയാന്ന് നോക്കി ശരിയാക്കിക്കണം മാറ്റണം ആ 4x4 വർക്ക് ചെയ്യുന്നില്ലേ ആ അത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഓഫാവുന്നില്ല 4x4 ഓഫ് സ്വിച്ച് വർക്ക് ചെയ്യുന്ന ലോ ഡിപ്പാണ് തമാശല്ല ഓഫ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് അങ്ങനെ എന്താ കാണത്തില്ല അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഞാനൊന്ന് ഗൈസ് എന്തായാലും ഓരോന്നോരോ നടക്കട്ടെ ഗൈസ് അതായത് നമുക്ക് 1200 രൂപയ്ക്ക് മൊത്തം ഒട്ടിച്ചു തരാമെന്ന് അത്ര വലിയ നല്ല ഫിലിമൊന്നും ആയിരിക്കില്ല തമ്മിപ്പേദം തൊമ്മൻ കുഴപ്പമില്ലാത്തൊരു ഫിലിമായിരിക്കും ഗൈസ് അപ്പം അത് ഒട്ടിച്ചു തരാമെന്ന് പറഞ്ഞു ഞങ്ങളും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു 15 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാവും എന്നാണ് പറയുന്നത് അതായത് ഇന്നത്തെ മോശം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അവന് ഒടുക്കത്തെ ഇംഗ്ലീഷ് കേട്ടോ ഞാൻ അറിയാതെ ഹൗ മച്ച് എന്ന് ചോദിച്ചു പോയി അവനെന്നെ കൊന്നു കളഞ്ഞു കേട്ടോ സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടി ഇവനെ മുഖം തിരിച്ച് അങ്ങോട്ട് വെച്ചേക്കുക ഞാൻ പെട്ടുപോയി അവൻ സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടിയാ നമ്മള് മറ്റേ ഫുട്ബോൾ കളിക്കാം ഗൈസ് അങ്ങനെ ഫൈനലി 1200 കുറപ്പിച്ചു വെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒട്ടിച്ചു തരാം അല്ലാതെ ഒട്ടിച്ചു കഴിഞ്ഞാൽ സംഭവം ശരിയാകത്തില്ല സംഭവം പറഞ്ഞു വരും എന്ന് പറഞ്ഞു അപ്പോൾ കൂളിംഗ് ഫിലിം അത്ര സെറ്റപ്പ് ആയിരിക്കില്ല കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വണ്ടികൾ പണിയുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ എല്ലാം ബോഡി വർക്ക്ഷോപ്പ് അത് ഇത് എല്ലാ സെറ്റപ്പും ഉണ്ടാവും വരൂ 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 ആവോ 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 പോലേക ഗൈസ് പുള്ളിക്കാരനോട് വരി വരി പറഞ്ഞോണ്ടിരിക്കും കേട്ടോ എല്ലാം വരും കണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് റോഡ് ബ്ലോക്ക് ആയി കിടന്നാണ് ഈ ഐഷർ ഉണ്ടല്ലോ ഈ ഞാൻ ലൈലാൻഡും ഐഷർ ഓടിച്ചതിൻ്റെ ഒരു ഇത് പറയുകയാണ് ഞാൻ ടാറ്റ അങ്ങനെ ഓടിച്ചിട്ടില്ല ഈ ഐഷർ ഗൈസ് ഐഷർ എന്ന് പറഞ്ഞ സാധനം അതിന് ഇനീഷ്യൽ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂളി നിൽക്കും അതൊരു വേറൊരു ഐഷർ ഒരു വേറെ സാധനമാണ് സ്പീഡിൽ പോകുന്ന നമ്മുടെ കേരളത്തിൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ബസ് മേഖല ഐഷർ വിജയിക്കാത്തതെന്നുള്ളത് ഐഷർ അങ്ങനത്തെ കുറച്ച് പ്രത്യേകത നീറി കയറുന്ന ഒരു സാധനം നീറി കയറും പ്ലെയിൻ ലാൻഡിൽ ഐഷർ സൂപ്പറാണ് ഇനിയിപ്പോൾ ഇയാളെ കുറച്ച് പൊക്കി പറഞ്ഞിട്ട് ഇയാളെ കൊണ്ട് പോവാം അല്ലെ ഇപ്പോൾ രക്ഷയില്ല ചാച്ചാജി സിന്താവാന്നൊക്കെ പറയാം പുള്ളിക്കാരൻ എങ്ങനെയൊക്കെ വീഴ്ത്തിട്ട് അതായത് ഈ ഓട്ടക്കാർ വന്നാണ് പ്രശ്നം പറ്റി അല്ലെങ്കിൽ നമ്മുടെ പരിപാടി പെട്ടെന്ന് തീർന്നാണ് കേട്ടോ പുള്ളിക്കാരനെ കൊണ്ട് എങ്ങനെയും വൈകുന്നേരം 4 മണിയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതിൻ്റെ പുറത്ത് എങ്ങനെ തീർക്കണം മോനെ പിടിച്ചാലോ ആണോ മോൻ ആ 10 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞാ പനിയാണ് വിളിക്കാൻ വിറച്ചിരിക്കുക പനിയാ ആണോ എന്നാ പറയുന്ന ഇലക്ട്രീഷ്യൻ ഉണ്ടോ ഇലക്ട്രീഷ്യനെ വിളിച്ചോണ്ടിരിക്കുക ഇതൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഒക്കെ ചോദിച്ചിട്ട് ചെയ്യാം ഗൈസ് എന്തായാലും നമ്മുടെ വണ്ടി അപ്പുറം കിടക്കുന്നത് നമ്മളെ ലാസ്റ്റ് പരിപാടികൾ കുറച്ച് ചെയ്ത് തീർക്കണം ഇന്ന് നമ്പർ പ്ലേറ്റ് കിട്ടും നമ്പർ പ്ലേറ്റ് വെക്കണം ഇതേ സാധനങ്ങൾ എടുത്തൊക്കെ ഒരു പെട്ടി മേടിക്കണം പാടില്ല പിന്നെ ഒന്ന് പോയി അവിടെ 2-3 കട ഫോണ് പോകും ഇവിടെ നിന്ന് നിശ്ചയം കഴിഞ്ഞിട്ട് പോവാം അത് കഴിഞ്ഞിട്ട് പോകാം കേട്ടോ നമുക്ക് സാധനങ്ങൾ എടുത്തൊക്കെ ഇതുപോലത്തെ ഒരു വലിയ പെട്ടി മേടിക്കണം 4,800 എഴുതിയാക്കുന്നത് ഇത് ഭയങ്കര കൂടുതലല്ലേടാ അലുമിനിയം കൂടുതലാ കേരള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഉപകാരപ്പെട്ടു കേട്ടോ വീട്ടിൽ ചെന്നാലും നമ്മളിപ്പോൾ അയാളുടെ കാലയിലും കയ്യാലൊക്കെ പിടിച്ച് അയാളെ പ്രഷർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അളവും സാധനങ്ങളൊക്കെ എടുത്തു തുടങ്ങി ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറുണ്ട് ഏകദേശം ഫിനിഷ് ആവും കേട്ടോ ഇത് വമ്പം കളിയാണ് ഗൈസ് നമ്മൾ വിചാരിക്കുന്ന കളിയല്ല ഇവിടെ അതാണ് പശ ഇത് വേറെ എന്തെങ്കിലും ക്യാക്കിയേ ഓട്ടോ കേലിയാണ് ബൈക്കിനുള്ളതാണ് നോക്കൂ അപ്പനും മകനുമാണ് നമ്മള് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെയൊക്കെ
ഒരു ബിസിനസ് തുടങ്ങി അപ്പനെ മോൻ മറ്റേ ഇതാക്കേണ്ടി അപ്പൻ്റെ ബിസിനസ് മോൻ ടേക്കർ നേരെ തല അപ്പം എല്ലാവർക്കും പുറത്ത് പോകും. എല്ലാവർക്കും പുറത്ത് പോകണം. നമുക്ക് പുറത്തുണ്ടാക്കാൻ കൂടുതൽ പൈസ ഇതുകൊണ്ട് കൈത്തൊഴിൽ പഠിക്കുവാണേലേ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കാം. ആരും തെറി കേൾക്കണ്ട അല്ലേ? അതെ അതെ ഗൈസ്, എന്തായാലും നമുക്ക് വേണ്ടിയുള്ള ഡയമണ്ട് സാധനങ്ങളൊക്കെ പുള്ളി റെഡിയാക്കുന്നുണ്ട്. എല്ലാത്തിനെയും കമനീയ ശേഖരം ആശാൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് റെക്സിനാണ്. ഇത് കണ്ടോ, റെക്സിനും ഉണ്ട്, തുണിയുണ്ട്. ഇതാ ഡയമണ്ടിൻ്റെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഡയമണ്ട് ഉണ്ട്. തുണി ഏത് ടൈപ്പ് വേണം തുണി. പുതിയത് വന്നതെന്ന് പറഞ്ഞ ഡയമണ്ട് നമ്മുടെ അവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? ഇത് ചൈനയിലല്ലേ ആദ്യം വന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ എല്ലാം അടിച്ചിറങ്ങി. അത് ചൈനയിൽ നിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കട്ടി പറ്റും നമ്മുടെ നടുക്ക് കിടക്കാൻ വേണ്ടി. 8 इंच इतना चाहिए? नहीं। हाँ, इसमें ज़्यादा चाहिए? कितना बना दूँ? नहीं आपको वो आलू में बनाऊँ. 850 मेरे को पता नहीं है. वैसे 7.5 चाहिए. हाँ कर दो. चलो പൊക്കം കൂടി കുഴപ്പമുണ്ടോടാ? അതൊക്കെ തലമണ വെച്ചൊക്കെ ചിന്ത ചെയ്യാം. ഞാൻ പറഞ്ഞ ഇതേപോലത്തെ ഒരു പെട്ടി വേണമെങ്കിൽ എല്ലാ സാധനം പെട്ടിക്കകത്തോട്ട് ഇടുക. പ്രശ്നം കഴിഞ്ഞ് പൂട്ടിയിടുക. പുറത്താ ആരും അടിച്ചുകൊണ്ട് പോകില്ല. നമ്മുടെ സാധനങ്ങളെല്ലാം അതേപോലെ കിട്ടും. അതേ സമയത്ത് നമ്മൾ ഈ ചാക്കും മാങ്ങയും തേങ്ങയൊക്കെ നമ്മുടെ സാധനം കിടന്ന് നശിച്ച് 5000 രൂപ ഇല്ലാതെ പെട്ടിട്ടു. എടാ അവിടെ ഒരു കടയുണ്ട്, നമുക്ക് പോയി അന്വേഷിക്കാം. മൊത്തം ഒന്ന് അന്വേഷിക്കാം. നമുക്ക് വേറെ പണിയൊന്നുമില്ലോ. നമുക്ക് എല്ലായിടത്തും പോയി ചോദിക്കാം. കണ്ട എല്ലാവരും ഇതേപോലെ ഞങ്ങളെ നോക്കി ഈ വേട്ടാവളിയന്മാരെന്നാ ചെയ്യുന്നതെന്ന് കണ്ട. ബൈക്കിനടിക്കുന്നു. ബൈക്കിന്റെ മേളിൽ പൾസർ കമ്പനി അറിഞ്ഞാവോ ഈ പുള്ളി ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്? നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഇത് പഴയ സാധനം, തീപ്പൊരിയാ. ഇവനാണ് ഒരു വിപ്ലവം ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിൽ. അത് ഒരു കാലത്ത് ബൈക്ക് ഇല്ലാത്ത ആൾക്കാരെ ബൈക്ക് ഓടിക്കാൻ ശരിക്കും നല്ല പവർഫുൾ പ്രേരിപ്പിച്ച ഒരു വണ്ടി ഇതാണ്. എന്നാ പീഡിപ്പിച്ചോ? പ്രേരിപ്പിച്ച. ഇവിടെ ഓട്ടോയുടെ മറ്റേ വർക്കും സംഭവങ്ങളൊക്കെ ചെയ്ത സ്ഥലം കേട്ടോ. ഇപ്പം നമ്മൾ ദിശ മാറി. ഇത്രയും ദിവസം അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങോട്ട് മാറി. അപ്പം നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഇവിടെ നിന്ന് എല്ലാം കറക്റ്റ് ചെയ്ത് വേണം പോകാൻ വേണ്ടി. എൻ്റെ ഫോൺ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന തേനീച്ച മറ്റേ പൂവിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഞങ്ങളിവിടെ നിന്ന് മാറാതെ. അല്ലേ പിന്നെ അല്ല തേനീച്ച ഫോൺ കൊണ്ടു. വേറെ കാര്യമുണ്ട് ഇതിനെ. നമ്മൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര പൈസ ഇട്ട്? ഒരു 15,000 രൂപ കൂടി വന്ന വലിയ ഹോസ്പിറ്റലിൽ 20,000 രൂപ. അല്ലെ പുറത്ത് പോകണം. പ്രത്യേകിച്ച് ആട്ടുത്തുപ്പ് തെറി എല്ലാം കേൾക്കേണ്ടി വരും. ഒരു ദിവസം സമ്പാദിക്കാൻ പൈസ വലിയ ഇതാണെങ്കിലും അവിടെ എത്ര സ്വർഗമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണിയുന്ന തന്നെ സ്വർഗമാണെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ നമ്മളെപ്പോഴും രണ്ടാം തരക്കാരൻ. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരത് കാണിക്കും. നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് നമുക്കത് മനസ്സിലായതാട്ടോ. നമ്മളവിടെ ഇന്ന ആളാണെന്നോ അല്ല ഇന്ന ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. भैया मेरे को इधर बॉक्स मुश्किल है. इधर रखेगा नहीं, इसमें कॉल करेगा. और इसमें नहीं होगा सर, इसमें होगा. ठीक है, मैं छोड़ देगा. इसको करेंगे कॉल. ये है ना, ठीक है. इसको कट लगा दो. मैं ऊपर रखेगा वो, इसको मैं ऊपर रखेगा. इसको कट लगा दो. हाँ ठीक है. ठीक है, ठीक है. इसको होल होगा, ठीक इसको है. नहीं होगा. नहीं ओके ठीक है. ठीक है, इधर से അന്നൊന്നും എടുത്താണല്ലോ. ठीक है 23. हाँ ठीक है, मेरे को पता नहीं, आप राइट करो. मैं पूरा वीक है ये वाला सामान का. 32. और इसको उठाने का हाँ नहीं, इसके साथ डालो, इसके ऊपर डालो. ऊपर नहीं डालना है, ऐसे है ना. अभी इसको निकालेगा. हाँ ഇതിലൊക്കെ ചെയ്തോട്ടെ. निकालेगा. इधर पूरा ये कचरा आएगा चाचा, ये वाला कचरा पूरा इधर आएगा. और इसमें साथ करो. ठीक है, मेरी बात है, आपसे सिलाई तो करना नहीं है, इसको सिलाई करना ना. अच्छा आपका कर दो. ऐसे पट्टी डालेगा, हाँ बीच में लगाएगा. ചെയ്തോട്ടെ അവനെ. ओके. कपड़ा आएगा, चाचा का इधर से सोल्यूशन के साथ चिपका देगा. ठीक है. चाचा क्या कर रहे हो वो करो. मेरे का चाचा का विश्वास है. क्या करना है. ഓപ്പൺ ആയേക്കാം, ഓപ്പൺ ആയേക്കാം. ടെൻഷൻ കൊച്ചിനെങ്കിൽ അപ്പോൾ വീണ്ടും വണ്ടി കഴുകേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചകിരിത്തോണ്ടാടാ മൊത്തം ഉള്ളേ. ഊരി എടുക്കുന്ന പുള്ളിക്കാരൻ ആണോ? ആ चाचा ने अपने हिसाब से बनाना ना. ഇതെങ്ങനെയാണോ അതിൻ്റെ പരിപാടി? അവർ മൊത്തം ബോയിലോടല്ല, ഇവന് എത്ര പേരെ ഒന്ന് നോക്കി അല്ലേ? ये बटन नया लाना पड़ेगा. अच्छा डाल दो, मिल जाएगा. कर दो. ले लो. ഒന്നും താഴെ പോയല്ലോ.
കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഈ ബോക്സ് എടുത്ത് മേളിൽ വെക്കേണ്ടി വരും കേട്ടോ ലിബി. 15 इधर से ही 15 है, इधर से है 13 13 15 13 13. ठीक है। ഇതൊക്കെ അളവും കൂടവും കണക്കും അറിയില്ലാത്ത എന്നോട് मेरे പറയുന്നത്. को सब याद है। हाँ इधर से होगा 3, ठीक ठीक है, ठीक है. इधर से होगा 8 इंच। इसमें दोनों कवर चाहिए. इसको इसके- इसको दोनों को उतरा रहे, दोनों को इसमें थोड़ा फॉर्म डालेगा छोटा. डाल दे, कोई बात नहीं। കറക്കാൻ പറ്റുമായിരിക്കുമല്ലോ ലിബിന നിനക്ക്? अभी कपड़ा भी जो है ഞാൻ पीछे ബേക്കിൽ लगा कर ഇറക്കുന്നു. दे रहा हूँ। ഞാൻ ബേക്കിൽ ഇറക്കുന്നത്. ഇവിടെ ചൂടാകും ഭയങ്കര. इधर से निकालो, कौन सा वाला? ये ऐसे निकाल दो, कपड़ा निकाल दो। എഞ്ചിന്റെ ഹീറ്റായിരിക്കും, എഞ്ചിന്റെ ഹീറ്റായിരിക്കും ഭയങ്കര. അങ്ങോട്ട് തണുപ്പായിരിക്കൂടാ. വണ്ടി ഓടി കഴിഞ്ഞാൽ ഹീറ്റുണ്ടാവും, എഞ്ചിൻ ഹീറ്റുണ്ടാവും. इधर ही एक, इधर ही है. ले लो. अभी कुछ नहीं है, इधर नहीं है. ആ അളവെടുക്കും കേട്ടോ അതിൻ്റെ. നമ്മളെ കൊണ്ട് ഇവര് പൊറുതി മുട്ടി ഗൈസ്. ഇല്ലല്ലോ പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഇവരെ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കേട്ടോ. ഒരാൾ മാത്രമല്ല. അതൊക്കെ ചെയ്യിച്ചു. പിന്നെ തൊട്ടപ്പുറത്തെ പുള്ളിക്കാരൻ വന്ന് എന്നോട് ചൂടായി, എൻ്റെ കാറാണ് അവിടെ ഇട്ടേക്കുന്നത്. ആ പുള്ളിക്ക് എങ്ങനെ തോന്നി? എനിക്കത് മേടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ? അതാ കുതിരവണ്ടി. കുതിരയേ ഹായ് ഹായ് ഗൈസ്. ഈ കാണുന്ന വണ്ടി എൻ്റെ ആണെന്ന് ചോദിച്ചു. ഇതിൻ്റെ ഓണർ വന്ന് പൂരം ഒച്ചപ്പാട്. ഏതിന് ഇത് അവർക്ക് എങ്ങനെ തോന്നി? എങ്ങനെ തോന്നി? അതിൻ്റെ ഉള്ളിൽ വീടാ. പുള്ളിയുടെ കാറ് എടുക്കാൻ പറ്റിയില്ല. പുള്ളി ഭയങ്കര കലിപ്പ്. ഞാൻ പറഞ്ഞല്ല, എൻ്റെ അല്ല എന്ന് പറഞ്ഞു. ചില ആൾക്കാരിൻ്റെ കാറ്റൊക്കെ ടയർ കുത്തി പൊട്ടിക്കും. ഇവിടെയുള്ള ആൾക്കാർ ഏതാ പ്രശ്നം? നമ്മൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ട് പോയാൽ. ആ നമ്മുടെ ചെറുക്കൻ അവിടെ ഉണ്ട് കേട്ടോ, പുള്ളിക്കാരൻ്റെ മോൻ. ഗൈസ് പുള്ളി ഞാൻ ഒട്ടിക്കുവാണ്. പുള്ളിക്കാരനകത്ത് അളവെടുക്കുവാണ്. ഇപ്പം ലക്കി അങ്ങ് പോയല്ലോ. ആ ലക്കി എന്നാ പറഞ്ഞേ? ഞാൻ ടാറ്റ എടുത്തു. പുള്ളിക്കാരനോട് പറഞ്ഞു ഞങ്ങളുടെ വണ്ടി ശരിയാക്കി തന്നെ ഞങ്ങൾക്ക് ഭഗവാൻ നല്ല കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അങ്ങനെയൊക്കെ പറയാമല്ലോ, ചൂടായിരുന്നു. ഇങ്ങനെയൊക്കെ രീതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഭയങ്കരമായിട്ട് നമ്മൾ സ്കൂളിൽ പൈസ മേടിച്ചാൽ പ്രായിക്കോളുക. അപ്പോൾ പൈസ തിരിച്ചു തരും. ഞാനേ കഴിഞ്ഞ ദിവസേ ഒരു ഓട്ടോ കയറി, ഇത് അവിടെ നിന്ന് ഇവിടെ വരുന്നതിന് എന്നോട് 40 രൂപ മേടിച്ചു. 50 രൂപ. ശരിക്കും 10 രൂപ അവിടെ വരെ പോകാൻ വേണ്ടി. സ്പെഷ്യൽ അല്ല, സാധാരണ പോകുന്നതിന് സ്പെഷ്യൽ അല്ല. ആ അവനോട് മറ്റേ 100 നോട്ട് തന്നിട്ട് എന്ത് ചെയ്ത് തിരിച്ചു തരത്തില്ല. അത് കഴിഞ്ഞുകൊണ്ട് 50 നോട്ട് തന്നു. അത് ഞാൻ പറഞ്ഞു 20 അല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭഗവാനെല്ലാം കാണുമെന്ന് പറഞ്ഞു. ആ പേടിച്ചു പോയത് നമ്മളെ. ഗൈസ് എന്തായാലും നമ്മുടെ കാലമാടനൊന്ന് വന്നായിരുന്നു, പരിപാടി തീർക്കായിരുന്നു. എന്നിട്ടാണ് നാളെ ഇന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ്ടോ പിന്നെ ആ റൂമിൽ നിന്ന്? അങ്ങനെ ഒരു എവിടെ വെക്കും? 2 ദിവസം കൊണ്ട് റൂം ആക്കിയില്ലേ? 2 ദിവസം കൊണ്ട് റൂം ആക്കിയില്ലേ? ഇല്ലല്ലോ. ആ ഇല്ല ഇല്ല. ഇന്ന് ചോദിക്കാൻ നോക്കണം ഞാൻ. ആ നാളെ സാധനം മേടിക്കണം മൊത്തം. ആഹാ കുഞ്ഞു ട്രാക്ടർ വന്നു, സ്വരാജിന്റെ കുഞ്ഞൻ. എനിക്ക് ടാറ്റ ഇതായിരുന്നു കേട്ടോ അതിന്റെ ഓണർ. അയ്യാ പറയട്ടെ ഗൾത്തിയിലേക്കാ കാടിയേ. പൊന്നു മക്കളെ, നമ്മൾ 200 രൂപയുടെ ലൈറ്റ് മേടിച്ച് വെക്കും. പുള്ളി വെച്ച ലൈറ്റ് കണ്ടോ നിങ്ങൾക്ക്? ഇത് ഫാനുണ്ട്, ഇതിന് ഫാൻ ഇതിൻ്റെ അകത്ത്. ഫാനും പിന്നെ ഇതിന് മറ്റേ എല്ലോടെ മറ്റേ സാധനമൊക്കെ ഉണ്ട്. 50 സാധനം ഇതുണ്ടോ കിട്ടിയ സാധനം. ആ ലൈറ്റൊക്കെ എങ്ങനെ 10-40 രൂപയുടെ ലൈറ്റ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. പുള്ളി എന്താ ഇവിടുത്തെ വലിയ കോടീശ്വരനാണ് കേട്ടോ. കണ്ടാൽ തന്നെ ആരും തെറി പറഞ്ഞില്ല, എന്നെ കണ്ട തെറി. അപ്പോൾ നമ്മൾ വ്യത്യാസം പറയണം കേട്ടോ. भैया भैया ये लाइट का कितना पैसा है? इंग्लिश में बोलो, मैं इधर का आदमी नहीं है, केरला का. हिंदी इतना पता नहीं है. याद नहीं है मुझे, पता नहीं है ये वाले, पता नहीं है. ये ज़्यादा पैसे का है ना? ज़्यादा है ना? महंगा है. हाँ हाँ, हाँ ठीक है. ये वहाँ से चंडीगढ़ से डलवाई थी. अच्छा ഗൈസ് പുള്ളിക്കാരനെ പറ്റിച്ചാട്ടോ. പുള്ളിക്കാരൻ അത് അറിയത്തില്ല, വലിയ ആളാട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്നും പറഞ്ഞല്ലോ, നമ്മളെ വന്ന് തെറി പറഞ്ഞില്ലേ ഗൈസ്? നേരെ ഗാഡി അതായത് പുള്ളി പാവട്ടോ. പുള്ളിയുടെ അടുത്ത് കുറേ പൈസ ഉണ്ട്. അപ്പം പുള്ളി അതാ കടയിൽ കൊണ്ട് കൊടുത്തു. അവർ നല്ല ഇത് പുള്ളി മൊത്തത്തിലൊരു ബില്ലങ്ങ് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ല പുള്ളി അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചും ചോദിച്ചൊന്നുമില്ല. ശ്രദ്ധിച്ച് പോകും സ്പ്ലെൻഡർകാരാ. ഞങ്ങൾ എവിടെ പോയിട്ട് ഒരു ഇത് മേടിക്കട്ടെ അതിനെ കുടിക്കാൻ. പാടാ നിൻ്റെ കുപ്പിവെള്ളം എന്തിയാ 1 ലിറ്റർ? അതെവിടെ പോയി? മറന്നുപോയി. പുള്ളിക്കാരൻ എന്തിയാടാ? പുള്ളിക്കാരൻ അവിടെ പോയി. ആ ഗൈസ് നമ്മുടെ വണ്ടി തുറന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. എന്തായാലും അവിടെ കുറച്ച് നേരം ഇരിക്കട്ടോ. എന്നെ എടുപ്പമല്ലേ സാധനം പോകുന്നതാണ്. പുള്ളിയുടെ ന്യൂ മെഷീനാണ് കേട്ടോ. ജാക്ക് ചൈനീസ് മെഷീനാണ്. അവിടെയുള്ള ഓൾഡ് മെഷീനാണ്. आपका नया मशीन है, उधर ओल्ड मशीन. ओल्ड मशीन ये नया वाला है ना? हमारे पास भी ओल्ड है. हाँ ओल्ड. एक ये पड़ी है नीचे. ये बढ़िया है. ये बढ़िया है. ये स्पीड में काम आएगा, वो आराम से आएगा. वो अभी काम नहीं करते. हाँ अब ये जमाना है ना, जैसे जैसे समय बदलता जाता है समय के हिसाब से. അറിയാവുന്നവർ കമന്റ് അടിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ നല്ലതായിട്ടുണ്ട്. ഗൈസ്
വെയിൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കട്ടിക്കാം. കൂളിംഗ് കൊണ്ടിരിക്കുക എല്ലാ പരിപാടി ഇന്ന് തീർത്തിട്ടങ്ങ് പോകുന്നല്ലേ ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞത് അതുപോലെ പെട്ടി മേടിക്കുക, പെട്ടിലേക്ക് സാധനങ്ങളെല്ലാം വെക്കുക, ഒന്നും മിസ്സാവില്ല. പൈസ നോക്കുന്നില്ലേ മേടിച്ചോ 4500 രൂപ. നമുക്ക് ഉപകാരപ്പെടും. നമ്മുടെ വീട്ടിലെ ടൂൾസ് മൊത്തം നഷ്ടപ്പെടുന്ന അങ്ങനെ ടൂൾസ് മാത്രം ഇടാൻ വേണ്ടി അത് ഉപയോഗിക്കാം. മേടിക്കാനും മേടിക്കാം, മേടിക്കാനും മേടിക്കാം. ഇത്രയും സാധനം കൊള്ളും. പക്ഷെ അത് 2-3 കട നമുക്ക് ചോദിക്കാം. ഒരു 4000 രൂപയ്ക്ക് നമുക്ക് ചോദിക്കാം. എന്നാൽ ചെറിയ കട ചോദിച്ചാൽ എല്ലാം കുറച്ച് കിട്ടും. ഇത്രയും വലുത് നമുക്ക് വേണമെന്നില്ല. ഇതിൽ ചെറുതൊക്കെ കിട്ടും 3000 രൂപ 3500 രൂപയ്ക്ക്. നീ കൊക്കക്കോള കുടിക്കാൻ നല്ല കാണിക്കുവാണോ? കൊക്കക്കോളയല്ല, കോക്ക്. കോക്ക് പുതിയ കമ്പനിയാ. അല്ല പോടാ പൊട്ട. കൊക്കക്കോളയുടെ തന്നെ കോക്ക് 0 ഷുഗർ ആണോ? മധുരം മൊത്തം ഒഴിവാക്കി. എനർജി ആൻഡ് എന്താ പറയുക, എല്ലാത്തിനും ഉന്മേഷം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവേശം മനസ്സിലാകുന്നില്ലേ? അത് ഈ ഷുഗർ ഒഴിവാക്കി. ഷുഗർ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ആപത്താണ്. മധുരം കൂടുതൽ കഴിച്ചത് ഈ കാണുന്ന സിഗരറ്റ് വലി. സിഗരറ്റ് വലി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മളെ സാമ്പത്തികമായിട്ട് ശരിക്കും നഷ്ടം സിഗരറ്റ് ഉണ്ടാക്കുകയില്ല. സാമ്പത്തിക നഷ്ടം എപ്പോഴും ഉണ്ടാക്കുന്നത് മദ്യമാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യം അതേപോലെ ഡേഞ്ചറാണ് ഭക്ഷണം ഓവർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും പണ്ട്, അതായത് പണ്ടത്തെ ആൾക്കാർ എന്താ പറയുക പണിയെടുത്തിട്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ പണി കുറവും ഭക്ഷണം കൂടുതലാണ്. അപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര പണിയെടുത്താൽ നമുക്ക് വിശപ്പുണ്ടാകും, കഴിക്കും, പിന്നെ അത് ഡൈജസ്റ്റ് ആകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കാലം മാറി ഭക്ഷണം നമ്മൾ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കണം. പകുതി രോഗങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറഞ്ഞു. അതായത് രാവിലെ പറഞ്ഞ് ഈ ഉപദേശം തരാൻ ഞാൻ ആരുമല്ല. എനിക്ക് അത്രയ്ക്കുള്ള ഇതില്ല. അതായത് അറിയാവുന്ന അറിവ് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് രാവിലെ ഉച്ചയ്ക്കും നന്നായിട്ട് കഴിക്കുക, വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരു സാധനം കഴിക്കാതിരിക്കുക, അതിന് മുന്നോട്ട് കഴിക്കുക. നമ്മളിത് പറയാൻ ആരുമല്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം നിങ്ങളോട് പറയുന്നു. നിങ്ങൾ സ്വീകരിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നമ്മുടെ സാധനം അതെ, നമ്മുടെ സാധനം ഇവിടെ പുള്ളിക്കാരനെല്ലാം പിന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് മൊത്തം എന്നാ ഇതിന് പറയുന്ന പിന്നെ അതായത് പശ ഒട്ടിച്ചു. അതെ, പശ ഒട്ടിച്ച് സെറ്റപ്പാക്കി ഇതിലാണ് നമ്മൾ കിടക്കുന്നത്. ഇതാകുമ്പോൾ ഇരുന്ന് പോകില്ല കേട്ടോ. അതാ അവസാനത്തെ ഭാഗങ്ങളെല്ലാം പുള്ളിക്കാരൻ മുറിച്ച് യോജിപ്പിച്ചെടുക്കുന്നത്. ഇത് എന്ത് പശയാ? ഇത് മറ്റേ വലിക്കുന്ന പശ. വീണ്ടും ആശാൻ നമ്മുടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കട്ട് 3 മണിക്കൂറിൽ തീരും. നടുക്കൊരു ഓട്ടോ ഇടണ്ടേ, ഗീറ് പറഞ്ഞണ്ടേ? അത് ഇടുന്നില്ല, ആളില്ല. അതല്ല മറ്റേ സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാൻസലായി. ഈ സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി പണിയുണ്ട്, ഇപ്പം വരാന്നാ പറഞ്ഞു. സൈഡ് അടിക്കുവാണെങ്കിൽ അത്രയും നമുക്ക് ഇതാവില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുവാന്ന്. നമ്മുടെ നാട്ടിൽ മാത്രമേ ലീഗലുള്ളൂ. നീ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിക്ക് മാത്രം ഒരു ഇതുണ്ടല്ലോ ബേക്ക് കുത്തിയിരിക്കുന്നുണ്ടോ? ശരിയാ, എല്ലാം കൊണ്ട് ഒടിഞ്ഞു കുത്തി പോയോ? എനിക്ക് തോന്നുന്ന പ്ലേറ്റ് കുറവാണോ ബേക്കില്? ബേക്കല്ല പ്രശ്നം, മേളാണ് വിഷയം. ശീശയാ? എനിക്ക് തോന്നുന്നു ഇത് സ്കൂൾ വണ്ടി എങ്ങാണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ബേക്ക് ബോഡി അത്ര സുഖം പോരാ. എടാ ഇത് കറക്റ്റാടാ, ഇത് പ്ലേറ്റ് കറക്റ്റാ ലിബി. ഇവിടുന്ന് അങ്ങോട്ട് കറക്റ്റാ, അവിടുന്ന് ഇങ്ങോട്ടാണ് വിഷയം. ബേക്കാണ് വിഷയം. അത് നമുക്ക് പൊക്കിക്കാം. അത് നമുക്ക് അടുപ്പിക്കാം. പ്ലേറ്റ് അല്ല, കട്ട് ചെയ്ത് ബേക്ക് പൊക്കാൻ പറ്റും. ഇപ്പൊ ഈ ടയർ കണ്ടിട്ട് ചെറുതുപോലെ തോന്നുന്നതിന് മാസ് ലുക്കി നമ്മുടെ വണ്ടി നിൽക്കുന്നത്. നമ്മുടെ സാധനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുള്ളിയോട് ഹോൾ ഇട്ടു. ഇത് വേറൊരു ടൈപ്പ് വർക്കാട്ടോ ഇവന് ഇവരുടെ. അതായത് ഈ സംഭവത്തിന്റെ ഇനി അവിടെ സ്റ്റിയറിംഗ് മാറ്റുന്ന സാധനം അവർ കട്ട് ചെയ്ത് ഉണ്ടാക്കും. അതിന് 2-3 പീസ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാണ്ട് അതെല്ലാം സെറ്റപ്പ് ചെയ്ത് ഫോമിലാണ് അടിച്ചത്. നമ്മൾക്കിത് ശരിക്കും 10 ദിവസത്തെ ഉപയോഗമുള്ളൂ. 10 ദിവസം എടുക്കും വണ്ടി നാട്ടിലെത്തുന്നത്. ശരിക്കും ആഞ്ഞടിച്ചാൽ 3.5 ദിവസം 4-ാം ദിവസം വീണ്ടും. വീഡിയോ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ചേട്ടാ, അങ്ങനെ ആഞ്ഞു പോകരുതെന്ന് ബുദ്ധിയല്ല കേട്ടോ. രാവിലെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പഴയ വണ്ടി അവശനാണ്. അതിന് റെഡിയാകാതെ അങ്ങനെ പരിപാടിക്ക് ചിലപ്പോൾ ഇത് ഓടുമ്പോൾ ഈ ആവശ്യത മാറും. കുറേ നാൾ നമ്മൾ ബെട്ടെ കയറി ഇരുന്നിട്ട് ഇറക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവൂലേ? അങ്ങനെ ചിലപ്പോൾ ശരിയാകാൻ ചാൻസ്. എന്തായാലും ചെയ്യട്ടോ കഴിച്ചു. ഞങ്ങൾ ഇതിൻ്റെ പുറകെയാണ് കേട്ടോ. വാളോ ഇത് മുറിക്കാൻ വാളൊക്കെ ഉണ്ട്. ഇതാ വലിയ വാള്. ചേർത്ത് പശയല്ലേ? അപ്പം തലയിലായി. പിടിച്ചു കഴിഞ്ഞാൽ തലയിലായി. ചേർത്ത് പശയാക്കല്ലോ കേട്ടോ. ഇത് സ്റ്റിയറിങ്ങിന് വേണ്ടിയാണ്. ഇങ്ങനെ ഇതിൽ വീഴുവോ? പിന്നെ സ്റ്റിയറിംഗ് ഗിയർ എടാ പോടാ, നീ എന്നെ കൂടെ തെറ്റിച്ചല്ലോ. സ്റ്റിയറിംഗ് അല്ല ഗിയർ മാറിപ്പോയി. പുള്ളി ചിരിക്കുക. ഹിന്ദി സ്റ്റിയറിംഗും ഗിയറും ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലെല്ലാം ഒന്ന് തന്നെയാണ്. അബദ്ധം പറ്റിപ്പോയി. കേട്ടോ ഇവിടെ പെട്ടെന്ന് പണി തന്നെ ക്വാർട്ടർ കൊടുക്കേണ്ടി വരുമോ? അച്ഛനൊരു കള്ള് കച്ചവടക്കാരനായി. ദൈവമേ. ഗൈസ് ഫൈനലി നമ്മുടെ ഡയമണ്ട് കട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ കോപ്പി ചെയ്യുന്ന കാണുന്നത്.
എല്ലാം ഇതിങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി. ഇവിടെ കറണ്ട് വന്നു, ഭാഗ്യം. കറണ്ട് വന്നു. ഓ ഗൈസ്, എന്തായാലും ഭാഗ്യം. നേരത്തെ പറഞ്ഞില്ലേ കറണ്ട് വരുന്നത്, പക്ഷെ കറണ്ട് ഇല്ല. ഗൈസ്, നമ്മുടെ സാധനം കട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതായത് നമ്മൾ ഇതേപോലെ തോരണം കൂടെ പറഞ്ഞു, കാരണം കോ ഡ്രൈവർ സീറ്റിൽ വെക്കാൻ വേണ്ടി, അല്ലെ കാല് വെക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം 2 പിന്നെ വെക്കാനോ? എടാ, നീ ഇരിക്കുന്ന നമ്മുടെ ഇത് കൂടെ ഒരെണ്ണം കൂടെ വെക്കണം, എന്നാലേ പിന്നെ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇപ്പം നടുക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്. അപ്പോൾ കാല് വെക്കുന്ന അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഗൈസ് നോക്കുക, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിന് പില്ലോ മേടിക്കണം 4 എണ്ണം. പില്ലോ മേടിച്ച് കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ, കിടക്കാനുള്ള. പിന്നെ 4 വിരി മേടിക്കണം, കുറച്ച് പാത്രം മേടിക്കണം. പിന്നെ ഒരു കേരള സ്റ്റോർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് സാധനം മേടിക്കണം. പറ്റുമെങ്കിൽ ഇന്ന് മേടിക്കാം, അല്ല നാളെ മേടിക്കും. നാളെ മേടിച്ചാൽ പോരെ? നാളെ ഒരു ഓട്ടോയ്ക്ക് പോയിട്ട് മേടിച്ചാൽ പോരെ? ഓട്ടോയ്ക്ക് പോകാൻ നീ പറഞ്ഞ വണ്ടി എടുത്ത് പോകണം. രാവിലെ തന്നെ പോയി ഒരു ഓട്ടോയ്ക്ക് പോയിട്ട് സാധനം മേടിക്കുക, പെട്ടി സംഘടിപ്പിക്കുക. പെട്ടിയിലേക്ക് സാധനം എല്ലാം അവിടുന്ന് പിന്നെ ഓട്ടോയ്ക്ക് കൊണ്ടുവരിക. കുക്കറും സാധനങ്ങളൊക്കെ കുക്കറൊന്നും മേടിക്കണ്ട. ഒരു ചെരുവം, നമ്മൾ പൊന്നിയേരിയല്ലേ മേടിക്കുന്നത്, ഒരു ചെരുവം, പിന്നെ ഒരു കറിവൊക്കെ ഒരു എല്ലാം പറഞ്ഞു കേട്ടാ. ആ വണ്ടിക്ക് വാൾട്ടറി ബോക്സ് മേടിക്കണ്ടേ, ജയ്ക്കോയിന്ന് പാർട്സ് മേടിക്കണ്ടേ, അത് നാളെ മേടിക്കണം. പാർട്സ് നാളെ മേടിക്കാണ്ട്, ബാറ്ററി ബോക്സ് മേടിക്കാണ്ട് ജയിക്കുമെന്ന്, പിന്നെ കുറച്ച് സ്പെയർ മേടിക്കാണ്ട്, അതൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ. ലൈലാൻഡ് മേടിക്കാണ്ട്, സ്റ്റാലിൻ മേടിക്കാണ്ട്, 4x4 മേടിക്കാണ്ട്, കുറച്ച് പരിപാടി. നീ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി ബേക്ക് ഇച്ചിരി ഇരുന്നായിരിക്കും കേട്ടോ. അത് നമുക്ക് അവിടെ ഞാനൊരു കേസ് പറയട്ടെ, ഇതിൽ തന്നെ നമുക്ക് വേറെ ഡിസൈൻ അടിക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ആർമിയുടെ വേറൊരു സാധനം കണ്ടായിരുന്നു. ആണോ? ആ സാധനം കിച്ചാണ്ടി പറ്റും. പിന്നെ ഞങ്ങളുടെ ഡീലിങ്സിന് വേണ്ടിയുള്ള പുറപ്പാടിലാണ്. ആ കാലനാണ് ഒന്ന് അതിലേക്ക് അടുത്തായിരുന്നതിൽ അപ്പം അഡ്വാൻസ് കൊടുത്താന്. എന്നാണ് ആരെ വിളിച്ചേ? അവരെ തമ്മിൽ വിളിച്ചത്. ഗൈസ്, അവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടോ. ഫ്രെയിം കേട്ടോ, ഇത് ആ ഹാൻഡ് ബ്രേക്കിൻ്റെ കട്ടിങ്, ഇത് ഗിയറിൻ്റെ കട്ടിങ്. ഇത്രയും കട്ടിങ്ങെങ്കിലും മാക്സിമം വേണം, നല്ല ഗിയർ വീഴുള്ളൂ. പുള്ളി പറഞ്ഞു നീ ഇത് കിടക്കുമ്പോൾ ഉപയോഗിച്ചാൽ മതി, അല്ല ഇത്രയും കട്ടിങ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ വേറൊരു പീസും കൂടെ അടിക്കണം നമുക്ക്. ആ പീസും കൂടെ അടിച്ചാൽ അവിടെ കിടക്കാൻ വേണ്ടി. നീ ബേക്കി കിടത്തോട്ടോ, ഞാൻ ഫ്രണ്ടിൽ കിടന്നോളാം. ഞാൻ എവിടെയും കിടക്കും, അതായിരിക്കും നല്ലത്. ബേക്ക് വേണം ബേക്ക്, ഫ്രണ്ട് വേണം ഫ്രണ്ട്, പീച്ചേ വാല, പകലേ വാല, ഊപ്പർ വാല, എവിടെ നോ പ്രോബ്ലം. ഗൈസ്, ഇതിനി അടിച്ചാൽ ഇലക്ട്രീഷ്യൻ വന്നില്ല, കടയും തുറന്നില്ല. പുള്ളി എന്നാ ഇന്ന് താമസിച്ചാവോ? നമ്മുടെ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നാ പറയുന്നത്. മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞു ഹെൽത്ത് ഇഷ്യൂ, എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് കേട്ടോ. 2-3 അറിയുന്നിടത്ത് തേങ്ങ കൊടുക്കുന്നത് ഇത് സത്യം അല്ലേ? ഇത് കണ്ടോ, ഇതാണ് ഈ കാണുന്ന ഡയമണ്ട് കട്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല പൈസ. ഒരു വണ്ടിയുടെ ഫ്രണ്ടൊക്കെ അടിച്ചു തരുമ്പോൾ. നമ്മുടെ വണ്ടി അടിച്ചാൽ എത്രയാടാ? നമ്മുടെ വണ്ടി സാധനം മേടിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് 4000 രൂപ 5000 രൂപ സാധനത്തിന് മാത്രം. അല്ല 6000 രൂപ കണ്ട് സാധനത്തിന്. നമ്മളൊക്കെ അത്യാവശ്യം അടിച്ചില്ല ഉള്ളൂ. പിന്നെ പണിക്കാരന് 3000 രൂപ. പണിക്കൂലി കുറവായിരുന്നു. സാധനത്തിന് പൈസ. ഗൈസ്, എന്തായാലും കാര്യങ്ങൾ ഓരോന്നായിട്ട് നടക്കട്ടെ. എന്നെ നേരത്തെ കനിക വിളിച്ചായിരുന്നു. എന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കനിക വിളിക്കും. ആപ്കോ ക്രെഡിറ്റ് കാർഡ് ഓഫർ ഹേ. ഞാൻ അപ്പം തന്നെ പറഞ്ഞു കട്ട് കറോ, മേ ബാത് കരേഗ, കട്ട് കറോ, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി കേട്ടോ. എല്ലാവരും പെട്ടുപോയനെ. ഗൈസ്, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഗൈസ്, ഈ വണ്ടി നമുക്കിപ്പം 1 മാസമായിട്ടോ രജിസ്റ്റർ ആയിട്ടില്ല. പിന്നെ ഇതോ ഇതിൻ്റെ പേരിലാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. 2 മാസമായോ? 2 മാസമായിട്ട് രജിസ്റ്റർ ആയിരിക്കുന്ന വണ്ടിയാണ്. പണിയല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇവർ സമ്മതിക്കത്തില്ല കേട്ടോ. ഇവർ നമുക്ക് പണി തരുവാണ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ റൂം എടുത്ത് ഇതിൻ്റെ പുറകെ നിന്ന്, ഇത് കൊടുക്കാനുള്ള വണ്ടി അല്ലല്ലോ, അപ്പോൾ അതിനിങ്ങനെ നിന്ന് പണിതു. അതായത് നാട്ടിൽ 1 ലക്ഷം രൂപയുടെ പണി എടുക്കേണ്ട, ഇനി എന്താ ചെയ്യുന്നത് 50,000 രൂപ പണി എടുത്തത്. അതാണ് നമ്മുടെ ഡിഫറൻസ്. ആ പൈസ നമ്മളുടെ റൂമിന് പറ്റുന്നത്. ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രം ഇറക്കാൻ, ഞങ്ങളെപ്പോലെ ആർക്കും പറ്റൂല ഗൈസ്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. തേണ്ടി നടന്ന് ഇതിലെ മൊത്തം കറങ്ങി തിരിഞ്ഞ് അവൻ എന്നോട് പറയാം, ശിവം അവന് പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു കട ഇവിടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും അതായത് ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നു അങ്ങോട്ട്, നടന്ന് അലഞ്ഞ് തിരിഞ്ഞ്. ആ ഇലക്ട്രീഷ്യന് ജീവിതത്തിൽ ആ പരിപാടിക്ക് നിൽക്കൂല കേട്ടോ. പരിപാടിക്ക് നിൽക്കൂല. അവൻ ഒപ്പിച്ച് വിടാൻ വേണ്ടിയാണ് നോക്കാൻ, പണി അറിയത്തില്ല സത്യമായിട്ടും. നല്ല ഇലക്ട്രീഷ്യന്മാർ ഞാൻ പറഞ്ഞല്ലോ. എടാ ഇപ്പം 4x4 വണ്ടി അല്ല, 4x4 വർക്കിംഗ് ആണ്. പക്ഷെ ആ സ്വിച്ച് കറക്റ്റ് അല്ല, ഓഫ് ആകുന്നില്ല. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ നടക്കും കേട്ടോ. പുള്ളിക്കാരെല്ലാം ചെയ്തു. ഭക്ഷണം കഴിക്കാണ്ട് പോയേക്കുവാന്ന് പറഞ്ഞു. ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ പോയതാണ് അവിടെയല്ല, കഴിക്കാൻ പോയി. ഗൈസ് നോക്കും, എന്തായാലും നമ്മുടെ ഇലക്ട്രീഷ്യൻ വന്നതിന് ബാക്കി പരിപാടി കഴിക്കാൻ കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. ആ ജയിക്കുന്ന കുറച്ച് സാധനം മേടിക്കണം. ഇതിന് സ്പീഡോമീറ്റർ അതുപോലെയുള്ള സാധനങ്ങളൊന്നും വർക്കിംഗ് അല്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്താവും എന്നുള്ളത്, പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഓഫാകുന്ന കണ്ടുപിടിക്കണം. 4x4 ഇപ്പം മനസ്സിലായില്ല. നമുക്ക് ഇപ്പം കയറി നോക്കിയല്ലടാ. പണിയായിട്ടോ അങ്ങോട്ടൊന്നും പോകണ്ട. റിവേഴ്സ് കാണാൻ പറ്റൂല, അതാണ് ഒരു വിഷയം. റിവേഴ്സ് വെച്ചാൽ ബേക്ക് കാണാൻ പറ്റില്ല കേട്ടോ. എന്നാലും അവർ കഴിച്ചിട്ട് തൊട്ട് കേട്ടോ. അതിന് ഇലക്ട്രീഷ്യനും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം ആയി തീരുവാടോ. 1 മണിക്കൂർ കൊണ്ട് വൈകിട്ടാവും.
ആയിട്ടാവും. ഇന്ന് പോകുന്ന പോലെ 8 മണിയാകുമ്പോൾ പോകാൻ പറ്റുള്ളൂ എല്ലാ പരിപാടിയും കഴിഞ്ഞ്. ഇവിടെ വുഡ് അടിക്കുന്നതായിട്ട് കാണുന്നത് എന്ത് പെട്ടെന്നല്ലേ ഒരു വുഡടിച്ച് കയറ്റും. എന്നുള്ള പരിപാടി ഞങ്ങളുടെ ഇവിടെ നിൽപ്പുണ്ട്, പക്ഷേ ഞങ്ങളുടെ ആയി വരുന്നുള്ളൂ കേട്ടോ. വൈകുന്നേരം ആവും. നമ്മുടെ എന്തായാലും 4-5 മണിയാവും. പുള്ളിക്കാരൻ കഴിക്കാൻ വേണ്ടി പോയി. പുള്ളിക്കാരൻ പറഞ്ഞ് ഈ ചാട്ടിന്റെ ഓട്ടോയാണ്, പുള്ളിയുടെ ഓട്ടോയാണ്. മാലിക് ഓട്ടോക്ക മാലിക് നാം ബോലോ ബോലോ യാർ. ഗൈസ്, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഗൈസ്, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ. ഗൈസ്, ഫൈനലി അങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ ഡയമണ്ട് അടിക്കാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ മേരേനാ. ഗൈസ്, ഇന്ന് നമ്മുടെ അടിച്ച് ഇടും കേട്ടോ. അപ്പൊ അത് നടക്കൂടാ. ആളോ വന്നിട്ടില്ല, ഇപ്പം വരുമെന്നാ പറഞ്ഞു. വരുമെന്നാ പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ ഫുള്ള് പണി തീർത്തിട്ട് പോകണം. ആണോ? വരണ്ടേ, അതാണ് പ്രശ്നം. ആ ജയിക്കും അടച്ചു പോകും, അതാ പ്രശ്നം. 5 മണി വരെ നിൽക്കുള്ളൂ അല്ലേ ഗൈസ്. सिलाई का काम करेगा और फिटिंग का काम करेंगे. അച്ഛാ, ഇതാ മെയിൻ പരിപാടി കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫിറ്റിങ്ങും പരിപാടികളും. അതിനൊന്നും എനിക്കും അറിയത്തില്ല. ഞാനും പുള്ളിയോട് ചോദിച്ചു, ആഞ്ഞാഞ്ഞ് ചോദിച്ചു. അപ്പോൾ പുള്ളിയൊന്നും വിട്ട് പറഞ്ഞില്ല. പിന്നെ ഞാൻ ആഞ്ഞാഞ്ഞ് ചോദിച്ചില്ല. അത് നമ്മുടെ മെയിൻ സാധനം. പിന്നെ ഒരു പീസും കൂടെ അടിക്കാനുണ്ട് അതിൻ്റെ തന്നെ. പിന്നെ 2-3 സാധനം കൂടെ ഉള്ളു കേട്ടോ. അതായത് നടുക്കത്തെ, അതിൻ്റെ മേളത്തെ, പിന്നെ എവിടുത്തെയാ അതിൻ്റെ താഴത്തെ പൊളിസറി വർക്ക് അത്രേ ഉള്ളൂ. പക്ഷേ ഇനിയും കിടക്കുന്ന ഇലക്ട്രിക്കൽ വർക്ക് ഇവനെ ഞാൻ അതിൻ്റെ ഇത് കണ്ടുപിടിച്ചു. കോട്ടങ്ങളും നേട്ടങ്ങളും അതിൻ്റെ ഗുണനിലവാരവും ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ബേക്കിലൊരു കമ്പിയുണ്ട്, അത് പൊക്കി വെക്കാം, താത്തി വെക്കാം. അത് പറ വെക്കുന്നൊരു പരിപാടിയാണ്. ഇപ്പം ഇച്ചോണ്ട് പൊക്കാതെ നമുക്ക് വേണം നോക്കിയിട്ട് വരാം. അതായത് അതിൻ്റെ ബേക്കിൽ പൊക്കവും താത്തുന്ന പരിപാടിയാണ്. ഇത് നമ്മുടെ ഇതാണ് സീറ്റാണ്, ഡ്രൈവിംഗ് സീറ്റ്. ഈ സാധനം അതായത് സീറ്റും പിന്നെ അതിൽ കോ ഡ്രൈവർ സീറ്റും അടിക്കാം. അതായത് പുള്ളിക്കാരൻ ഒരു പീസും കൂടി ഇട്ട് അടിച്ചു തന്നാൽ എന്തിനാ? അത് ബേക്കിൽ മറ്റേ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ആണോ? പിന്നെ ഇത് മറ്റേ ടോപ്പിൽ പോയ സാധനം ഇതാ പുള്ളി ഊരിയെടുത്തല്ലേ. കൂടെ പുള്ളിക്കാരൻ വേറെ ഇട്ട് അടിച്ചെടുക്കും അല്ലേ? വേറെ ഇട്ട് അടിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം പെട്ടെന്ന് ആവുമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് അവിടം വരെ നടക്കടാ. എവിടെ? ആ പുള്ളിക്കാരനോട് വരാൻ പറ. ഇല്ല ഉപേക്ഷിക്കാം. എനിക്ക് തന്നെ കൊടുത്ത ഒരു കണക്ഷൻ കൊടുക്കാം. ഞാൻ തന്നെ ഒരു കണക്ഷൻ കൊടുക്കാം. അല്ലെ പിന്നെ ഞാൻ 2 വയർ മേടിച്ച് കൊടുക്കേണ്ട കേസേ ഉള്ളൂ. ടേപ്പ് കത്തിപ്പോവില്ലേ? എർത്തൊക്കെ കൊടുത്തില്ല, ടേപ്പ് കത്തിപ്പോ. ഗൈസ്, ഞങ്ങൾ ഇലക്ട്രീഷ്യനെ അവൻ്റെ അസിസ്റ്റന്റിനെയും കൊണ്ട് നേരെ ഞങ്ങൾ വണ്ടി കാണിക്കാൻ പോവാണ്. ഓ പ്രൈമ ഗൈസ്, നമ്മൾ എന്തൊക്കെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പൈസ ഉറപ്പിച്ചിട്ട് വേണം പണി കൊടുക്കാൻ വേണ്ടി. കച്ചൈസ അത് ശരിയാ കേട്ടോ. എല്ലാ പണിയും പറഞ്ഞിട്ട് പൈസ എത്രയാന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ ചേട്ടാ. അവസാനം മേലോട്ട് നോക്കിയിരിക്കണ്ട. ഇത് ഓണാക്കിക്കൊണ്ട് ഇച്ചിരി പൈസ കുറയും കേട്ടോ. ഇതിന്റെ ബലം നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വെറുതെ ഈ പൈസ ഒക്കെ ഓരോ സാധനമൊക്കെ മേടിക്കാൻ വെറുതെ ഇത് ഓണം പിടിച്ചോണ്ട് പോയാൽ മതി കേട്ടോ. വെറുതെ അവര് ചോദിക്കുന്നത് എന്നൊക്കെ വെച്ചോണ്ടിരുന്നാൽ മതി. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഇവിടെ വർക്കുള്ളൂ കേട്ടോ. കേരളത്തിലാണ് പോടാ ഗൈസ്. എന്തോരം പണിയുണ്ടെന്ന് പറയാം. ബാക്കി ചിലപ്പോൾ നാളെ പോവും, അല്ല നാളെ കഴിഞ്ഞ് പോട്ടോ. നമ്പർ പ്ലേറ്റ്, പേപ്പർ ഡോക്യുമെൻറ്റ്സ്, കുറച്ച് സംഭവങ്ങൾ, കാര്യങ്ങൾ, കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ നാളെ പോവും, ചിലപ്പോൾ നാളെ കഴിഞ്ഞ് പോവും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടാണ് ഒന്ന് ലോങ് ഓടിക്കാൻ വേണ്ടി. ഇല്ല അതേപോലെ തിരിച്ചു വരും കേട്ടോ. പുള്ളിക്കാരൻ പോകുന്നില്ല, റബ്ബർ പന്ത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിടുക പുള്ളിക്കാരൻ. ഗൈസ്, പുള്ളി എന്താ വലിയ മാലിക്ക. അതാണ് സംഭവം. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വണ്ടി തിരിച്ച് അങ്ങോട്ട് ഇവരെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്നാന്നുള്ളത്. മീറ്ററിന്റെ മറ്റേ സാധനം കാണിച്ചു കൊടുക്കും. സ്പീഡോ മീറ്റർ കാം नहीं करेगा. स्पीड ये तो मिस्त्री तार डालेगा इसमें, गियर बॉक्स के ऊपर तार और ताल डालो. वो मिस्त्री डालेगा. मेरा मिस्त्री अच्छा नहीं है, वो ख़त्म करे जाएगा. अब डालो मेल दिएगा. और ये दोनों भी एक काम नहीं करेगा. ये भी तो ये तो देखूंगा ना. हाँ. और देखो ये 2 पंगा है. देखो 2 पंगा. और ये 2 स्पीकर है. वो बॉक्स उधर ही है. और अंदर देखो ये वाला चार्ज का सामान है. और ये वाला 10 पीस है इसमें. वो ये वाला 2 है, ये वाला. और वो एक प्रेशर ऑन है. इधर देखो प्रॉब्लम नहीं है. ये तो आपको बक्सा बनवाना पड़ेगा ना इसके लिए. क्या है? इसके लिए बॉक्स बनवाना पड़ेगा आपको. इधर रखो, प्रॉब्लम कुछ नहीं है. खुला ही रखें. उधर नहीं, इधर रखो. खुला ही रहेगा ना. हो ठीक है. देखो ये 2 लाइट अंदर है ये. और उतना ही है. और की कैमरा है इधर. ये വേറൊന്നുമില്ല. ये वाला 2 फ्रंट में देखो. എക്സ്ട്രാ ലൈറ്റ് कुछ नहीं है दूसरा. പിന്നെ 4x4 കണക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുന്നു ചേച്ചി. അത് ചോദിക്കാം, ലാസ്റ്റ് ചോദിക്കാം. കമ്പനി ആട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. അല്ലേ?
10 पीस कहाँ पे लगाने हैं आपको? वो नीचे 10 कितना चाहिए? मैं देखने की देखेगा एक बार आओ मैं आपको दिखा देता हूँ कितने लगेंगे जो सही एक മിനിറ്റ് ആവോ ലിവിന ആ നീ പിവിനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായല്ലോ ഇതറിയേ एक इधर इधरिए तीन है आओ एक इधर ही है एक इधर ही है और नीचे और इधर ही है तीन है ये जो सेंटर में लगेंगे ना ये नीचे पड़ेंगे नहीं, ये बनेगा नहीं बराबर क्योंकि सावर के ऊपर पड़ेगा रोज। नहीं इधर रखो इधर रखो प्रॉब्लम कुछ नहीं है और इधर रखियो भाई बॉडी में मारो यार बॉडी में मारो वो प्रॉब्लम कुछ नहीं आओ पट्टी कुछ नहीं चाहिए और इधर तीन इधर भी तीन है बस इतना ही हाँ और सेंटर में डालो इधर में डालो हाँ 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 6 ही लगेंगे। 3 6 9 तो 15 पीस है मेरे पास और कुछ नहीं है इतना ही कितना बोलो और वो बेड़ा वाले लाइट है ना दो बेड़ा वाले लाइट एक इधर ही है एक इधर ही है एक इधर ही है एक इधर ये पूरा चेक करो ये 24 है गाड़ी ഈ സ്പീഡോമീറ്റർ അതുപോലെ എണ്ണയുടെ എല്ലാം നമ്മൾ പെട്ടുപോകും ഇല്ലടാ പിന്നെ ഇല്ല നമ്മൾ എങ്ങനെ വണ്ടി ഓടും വണ്ടി ഓടും പക്ഷെ ഇതുണ്ടാവില്ല ആ അതായത് വണ്ടി ഓടും പക്ഷെ നമുക്കൊന്നും അറിയാൻ പറ്റൂല എണ്ണയുടെ കാര്യം ഇത് ഇരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇതിനെ ഏതാ ഇത് ഇരുന്നു പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല ബാക്കോട്ട് ഒരുമാതിരി ഏക്കറോ ഒക്കെ ഒന്ന് എനിക്കൊന്ന് ഇത് ഇരുന്നു പോയതാന്ന് തോന്നുന്നു ഇത് ഇത്ര ദിവസം ഇങ്ങനെ ഇല്ലായിരുന്നു അല്ലല്ല ഓടുമ്പോ അറിയാം അല്ലല്ല ഇത് നമ്മൾ എടുക്കുമ്പോൾ തൊട്ട് ഇങ്ങനെയായിരുന്നു ബാക്കിൽ ഒരു കുത്തുണ്ടായിരുന്നു എന്നാ ഇത് പൊക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെല്ലാം എവിടെയാ അവിടെ ചെല്ലും ലൈറ്റ് കണ്ടുവരും ഇത് വണ്ടി അല്ല താന്നിരിക്കുന്നേ ഇതാ താന്നിരിക്കുന്നത് ഏത് മേള് അതവരെങ്ങനെ താത്തോന്ന് ചോദിച്ചു സൈസ് നോക്ക് അതെ അതെ മേലത്തെ സാധനമാണ് താന്നിരിക്കുന്നത് കറക്റ്റാ പറഞ്ഞേ രാവിലെ മുതൽ വിളിക്കുന്ന ഇപ്പഴാ വരുന്നേ എന്റെ ദൈവം എന്നാ ഡിമാൻഡാന്നറിയാം ഇവർക്ക് ആ അല്ലേ ഏതാ മറ്റേ ഇത് ചോദിക്കുവനെ ഏതാ വേണ്ടെന്ന് ചോദിക്കും വയറ് എടുത്തു കൊടുക്കാന്ന് പറ എല്ലാം പറയാം എന്തൊക്കെയോ നോക്കുന്നുണ്ട് ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല പുള്ളി എനിക്ക് മനസ്സിലാ ആരോടാ എല്ലാരും ഇങ്ങനെ കൈയൊക്കെ പൊക്കി കാണിച്ചു കൊടുക്കാൻ ചിരിക്കുക അല്ല വേറെ വകുപ്പൊന്നുമില്ല നെയ് चलो कोई गल नहीं हम डाल लेंगे वो। എടാ ഇവിടെയാണ് അപ്പുറമാണ് എണ്ണ അടിച്ചോണ്ടിരുന്നത് അപ്പുറം ഭയ്യ തേൽ ഉതറിയേ ഇധർ തേൽ നെയ്യേ അത് ഇവിടെ തന്നെ ഇവിടുത്തെ ആയുധന്റെ സൈഡിൽ തന്നെ അയച്ചോണ്ട് तेल फुल है നെയ്യേ खाली है तेल 200 का है 2000 का 2000 का। उधर ही है दोनों भी तेल है इधर नहीं है ना उधर ही है तेल ये टैंक खाली है हाँ കാലിയാടാ നീ എന്ത് തേങ്ങ പറഞ്ഞ നിനക്ക് തന്നെ ഓർമ്മയില്ല എന്റെ ഇത് രണ്ട് ശരിയാണ്ടേ അതിനകത്ത് എണ്ണയില്ല പിന്നെ കാണിക്കുമോ അതിനകത്ത് വ്യത്യാസമില്ലേ रहने दो उसको करते हैं इला कोई അതിനെ നോക്കാൻ പറ്റുമോ ആ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കൊടുക്കണതിന് എണ്ണയിലായാലും വണ്ടി ഓടൂല്ലോ ഇതൊക്കെ ഇത് അത് വേണം മെയിൻ സാധനം കേട്ടോ ഇന്ന് വൈകുന്നേരം രണ്ടുപേരും കൂടെ നോക്കി തീർക്കുന്ന പറഞ്ഞ പരിപാടി 2 ദിവസം കൂടി തീരണം അല്ലടാ ഇന്ന് രണ്ടുപേരും കൂടെ തീർക്കുന്നു भैया ओ सामान उधर में आवो आएगा कोहली का पास आएगा सेम भाई आवो चलो मैं बाकी टूल भी ले आऊंगा ना तब നീ പിന്നെ കുട്ടി പോയി കോളിൽ സാധനം എടുക്കാൻ വണ്ടി എനിക്ക് പൂട്ടി പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ പിന്നെ കുടുത്തി പോകണ്ടേ അവിടെ ചെന്നിട്ട് എന്താന്ന് പറയാ പൂട്ട് ഞാൻ കൂട്ടി വന്നേക്കാം നീ വണ്ടി കൊടുത്ത് വിട്ടോ ഞാൻ കൊണ്ട് കോഹ്ലി നമുക്ക് എന്ത് സാധനം തരും കേട്ടോ അതായത് കോഹ്ലിയോട് പറഞ്ഞ് എല്ലാം റെഡിയാക്കി 3000 രൂപ വരെ ലേബർ ക്യാമ്പ് मैं जाएगा अभी आएगा देखो आपका गाड़ी है अभी हाँ आपका है गाइस अभी आएगा गाइस 3000 രൂപയുടെ ലേബർ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ ഇപ്പം വേറെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളായതുകൊണ്ട് കൂടുതൽ പറയുന്ന ആ ശരിക്കും അത്രയും വരും 1000 രൂപ 1500 രൂപ വരുള്ളൂ അല്ല 3000 രൂപ മറ്റേ പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുത്താലും പ്രശ്നമില്ല ആ വണ്ടി നന്നാക്കി തന്നാൽ മതി അതെ ഇത് മറ്റവന് കിട്ടേണ്ട പൈസയാ 5000 രൂപ അവന് കൊടുക്കാന്ന് പറഞ്ഞു 5000 അവൻ സ്പീക്കർ ഫിറ്റ് ചെയ്യുന്ന സ്പീക്കറിൻ്റെ അകത്തുനിന്ന് സ്മോക്ക് വന്നാണ് അങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ കോവിൽ എടുത്തോട്ട് ഒരു സാധനം എടുക്കണം അത് എടുക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ ഒരു സാധനങ്ങൾ എടുക്കട്ടെ അവിടുത്തെ പണി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് വെക്കായിരുന്നല്ലേ വണ്ടി നല്ലവനാ അതിനാ ഞാൻ പറഞ്ഞു നീ ആദ്യം ഒന്നും പറയണ്ട എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു അതല്ലെന്ന് ആ ഇതിന്റെ അല്ല പറഞ്ഞു ആ സാധനം പോയി ഉരിയാ മതി ആ സ്പീഡോമീറ്ററിന് എന്തോ സാധനം കാണാണ്ട് അല്ല അത് നമുക്കില്ല അപ്പോൾ അത് എടുക്കാൻ വന്ന ആശുപത്രിയോട് ചോദിച്ചു എടുത്തോളാൻ പറഞ്ഞു
ഇല്ല സാധനം കേട്ടോ, ഒരു മലയാളി എടുത്തു. നെയ്യേ എക് ബാർ ഇസ്മേ ദേക്കോ. അതായത് ആ സ്പീഡോമീറ്ററിന്റെ സാധനം അതിൻ്റെ തിരില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, തേലിനെങ്കിലും ശരിയാക്കിയായിരുന്നില്ല. ഒരു കണ്ണാസിനെ ഇച്ചിരി മേടിച്ചു വെക്കാം, എണ്ണ. അതിൻ്റെ എന്തായാലും ശരിയാക്കണം കേട്ടോ തേലിൻ്റെ. പുള്ളിയോട് പറയടാ ഇങ്ങനെ ഇതാ പറഞ്ഞാക്കുന്നതെന്ന് പറ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പുള്ളിയോട് ഇടപെടണമെന്ന് പറയാം, ഇടപെടണേന്ന് പറയാം. ഗൈസ് ഇതാണ് വയർ, 5 mm വയറാണ്. ഇത് ഫുൾ കോപ്പറാന്ന് പറഞ്ഞത് കൂടെ 3 മേടിച്ചാക്കില്ല, പരിപാടി നടക്കൂല. കോപ്പർ മറ്റേത് 250 രൂപയുടെ ഉണ്ട്, 150 രൂപയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് 3 മേടിച്ചു. വയറ് നമ്മൾ വാങ്ങാൻ പൈസ നോക്കില്ല, ഏറ്റവും നല്ല തന്നെ അതില്ല. ഇത് നമ്മൾ പറഞ്ഞെല്ലാം മാറ്റി വെക്കുന്നു. ഓ ബ്ലാക്ക് വാല അച്ഛാ വാലായേ नहीं वो वाला दो आने के लिए टाइप उधर ही उधर नहीं हाँ സ്പീക്കർ വേറെ. അല്ല ഇതിനെല്ലാം സെപ്പറേറ്റ് എടുക്കണം. ഇപ്പോൾ ഇതും അവർ വന്നിട്ട് എടുക്കുന്നതല്ലേ. ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ 650 രൂപയുടെ സെറ്റ് ഉണ്ടായിരുന്നല്ലോ, എൻ്റെ കണ്ണി പതിച്ചാണുള്ളത് ഇമ്മേ. അതാ ഇതാണ് 650 രൂപയുടെ സാധനം കേട്ടോ. ഗൈസ് 3 വയർ 4 ടൈപ്പ് വയർ മേടിച്ചു. ഇത് അവരോട് മേടിക്കാതിരിക്കാനാണ് നമ്മുടെ ഈ തന്ത്രം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെറിയ ഒരു കൈക്ക് അളവിന് പറയും 400-500 രൂപ. കൈ അളവിന് 200 രൂപയാണ് മേടിച്ചത്. ഒരു ചെറിയ ടേപ്പിനെ കൊണ്ടുണ്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി. പിന്നെ ഞങ്ങളും പുള്ളിയായിട്ട് ഒടക്ക് ലാസ്റ്റ് സംഭവം നമ്മൾ സക്സസ് ആക്കി എടുത്തു. ടേപ്പ് വാങ്ങണോ? അല്ല അവരുടെ അടുത്തുണ്ടോ അല്ലേ? ടേപ്പ് മേടിക്കേണ്ടി വരും. അതില അവിടുത്തെ പണി എടുത്ത് വണ്ടി ഇവിടെ കൊണ്ടുവരാം. അത് ഏറ്റവും നല്ലത്. അവന്മാർ വരുമ്പോൾ 5-10 മിനിറ്റ് എടുക്കും. അവിടുന്ന് വണ്ടി ഇവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നടക്കൂലല്ലേ, പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ സീറ്റ് ചേട്ടാ. ഇത് സീറ്റിൻ്റെ പുറം ചേട്ടാ. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരും ഡയമണ്ടിൽ. അപ്പോൾ ഇത് മൊത്തം അടിച്ചാൽ ഇത്ര പൈസ ആയാലെന്ന് വിചാരിക്കും. നാട്ടിലാണ് ഒരു സീറ്റിന് കൊടുക്കണം 1000 രൂപ. ഇതെങ്ങനെ വരും? അടിപൊളിയല്ലേ? ഇതിൻ്റെ ബേക്കിൽ കവറും ഇടാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ ചാരി ഇരിക്കാം. അത്യാവശ്യം വണ്ടി വൃത്തിയായി. വാവ് ബഹുത് അച്ഛാ ഹേ. ഓ വാല കർദോ, ഓ വാല ഏ വാല. ഇത് റെഡി ആയിട്ടോ. ഇതും ഡയമണ്ടില്ല കേട്ടോ ഡാലിവിനെ. എല്ലാം ഡയമണ്ട്. പുള്ളി വിശ്രമിക്കാൻ പോയതാ. ഇത് നമ്മുടെ ടോപ്പിലെ സാധനം. താഴെ ഫുള്ള് ഡയമണ്ട് വരും. അല്ല നടുക്ക് മാത്രം ഡയമണ്ട് വരും. താഴെ മേളിൽ നോർമൽ സംഭവം. ഇതുണ്ടോ, അതും റെഡിയായി. സെൻട്രൽ അല്ല ഡയമണ്ട് വരും. സെൻട്രൽ ഡയമണ്ട് വരും. ഇനി ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം 4 മണി അറിഞ്ഞു. ഏകദേശം 4 മണിയാകുമ്പോൾ എല്ലാം ഇതിന് ഇട്ടാൽ മതി. എല്ലാ സാധനം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതുമായി സംഭവം എല്ലാം കുശാലായി. ഇനി അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മളൊരു സീറ്റ്, 2 സീറ്റ്. ഇതെല്ലാം സീറ്റിൻ്റെ അടിഭാഗങ്ങളാണ്. ഇരിക്കുന്ന സ്ഥലം എല്ലാം ഡയമണ്ട്. ഇരിക്കട്ടെ. 3800 രൂപ പറഞ്ഞു, കുഴപ്പമില്ല. വലിയ നമ്മളായിട്ട് കുറയ്ക്കണം. ഡയമണ്ട് എന്ന് വെച്ചാൽ വജ്രമല്ലേ, സ്വന്തം ഇരിക്കണ്ട, വജ്രത്തെ ഇരിക്കാം. विमल का आएगा है ना? हाँ मेरे को पता है विमल का है. आप विमल का आएगा ना? ഇല്ല കുച്ച് നെയ് ഗൈസ്. അതായത് ഇതെന്തായാലും ഇടുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഫോം അടിയിൽ തുണിയ, അടി തുണി എന്നിട്ട് ഈ സാധനം ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് വെക്കും. ഗൈസ് അതായത് ഇതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, ഇവരൊരു രീതി. ഇതറിയാനാ ഇതിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ ഇത് ചെയ്യുക. എന്നിട്ട് ഇത് അടിച്ചെടുക്കും. ഒരു തുന്നും തോന്നുന്നു ലാസ്റ്റ്. പുള്ളി എന്നാണ് ആലോചിക്കുന്നത്? തുന്നിയതല്ലേ? അല്ല അവസാനത്തെ ഒരു പീസ്. അവസാനത്തെ ഇവർ അവിടെ വെച്ച് കൈക്ക് തുന്നു. അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഗൈസ് ഇതിൻ്റെ അകത്ത്. ഇതാണ് നമ്മുടെ ഡയമണ്ട് കട്ട്, ആ ഉള്ളി ഇടുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ സാധനം കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ റെഡിയാക്കും. മൊത്തം തുന്നി ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചാച്ചാജി പറഞ്ഞ പോലെ ടൈം വാക്ക് പാലിച്ചിരിക്കുകയാണ്. 4 ബജെ പോലെയൊക്കെ 4 ബജെ ഇതർ തേക്കോ. ഇതാണ് സാധനം കേട്ടോ. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മുടെ പരിപാടിയൊക്കെ നടക്കാൻ വേണ്ടി. നല്ല വൃത്തിയുണ്ടല്ലേ ഇതിന്? നല്ല വൃത്തി. വണ്ടിയുടെ ഉള്ളിൽ സെറ്റ്. ഇനിയിപ്പോൾ ഈ ഡയമണ്ട് ഈ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി 1 नंबर 1. അഭി आधा करके पूरा खत्म करेगा बस फिटिंग का काम ही है अभी आओ. ഓക്കെ ഗൈസ്, അങ്ങനെയാണ് സംഭവങ്ങൾ. ഫൈനലി നമ്മുടെ ടൂൾ സെറ്റ് ആളെത്തി. എല്ലാ ഗണ്ണും സാധനമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു. കൊളയെടുത്ത് 3000 രൂപ കേട്ടോടാ മൊത്തം. അവരോടൊന്ന് ഇടാൻ പറയുന്നത്. പിന്നെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു. പെയിന്റിങ് അടിക്കായിരുന്നു. നമുക്കിതൊന്ന് പെയിന്റ് അടിപ്പിക്കാമായിരുന്നു. ഇത് സാധനങ്ങളെല്ലാം മേടിച്ചാൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പെയിന്റ് അടിക്കണം ഇവിടെ. വേണ്ടേ? ബ്രഷും കൊണ്ട് ഇതൊക്കെ ഒന്ന് ബ്രഷും കൊണ്ട് അടിച്ചു കളയുന്നത് നല്ലതാ അല്ലേ? ഇത് ഇവിടെ ഒന്ന് അടിക്കണം. സൈഡ് പിന്നെ ആ സാധനങ്ങൾ ലൈറ്റൊക്കെ എടുത്തു കൊടുക്കാൻ വരുന്നവർ എന്നൊക്കെ വേണ്ടവന്. അല്ല പുറത്തെ എല്ലാ സാധനം എടുത്തു കൊടുക്കാൻ. എടുത്തു കൊടുക്കാം. എല്ലാം എടുത്തു കൊടുക്കാം. പുള്ളി ഒന്ന് ഇപ്പം ഇടുവായിരുന്നെങ്കിൽ നമുക്കത് കൊണ്ടുപോകാമായിരുന്നല്ലേ? അപ്പുറം കൊണ്ടുപോകുന്നതായിരുന്നു നല്ലത്. അപ്പുറം കൊണ്ടുപോകുന്നതായിരുന്നു നല്ലത് അല്ലേ? അതാകുമ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തെടുത്ത് കൊടുക്കാമായിരുന്നല്ലോ.
ഞാൻ ഒന്ന് പൂച്ചട്ടെ, ഒന്ന് പൂച്ചേക്കാം. പൈസ നോക്കിയേ, ആ ഇത് വയറൊന്നും തികയൂല മോനെ, വയറ് കുറേ 5-6 വേണ്ടി വരും. മേരാല അങ്ങേക്ക് മലയാളം ഗൈസ്. ഇതേ വയറ് അച്ഛാ എന്നെ ടീക്ക് ചെയ്യണ വയർ ബടിയാനാ. എന്നോട് അത്യാവശ്യം വിവരമുള്ളവനാണെന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ബന്ധമായി അല്ലേ? ഇനി അടുത്ത വർഷം വരും ഇവരെല്ലാം നമ്മുടെ കമ്പനിക്കാരാവും അല്ലേ? ഇനിയും കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. കുറേ പിടിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെ സംബന്ധിച്ച് നമ്മൾ ഓവർ പിടിച്ച് ഇത് വണ്ടി വീണ്ടും പണിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത് പണിയെടുക്കണം, നമ്മൾ ഓവർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വെറുതെ ആയിപ്പോൾ വീണ്ടും അടിച്ചു കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓവർ പിടിപ്പിക്കാത്ത. അല്ലാതെ ഇവനെ അതെ, എന്നെ സംബന്ധിച്ച് നാട്ടിൽ ചെന്ന് ഫുൾ നമ്മൾ പൊളിച്ചു പണിയല്ലേ. നമുക്കും വെക്കാം കേട്ടോ. ഇതെന്തായാലും നമുക്ക് അർജൻറ്റായ സാധനങ്ങളാണ്. എന്നാ മനസ്സിലായിടാ? എന്നാ അതാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫോൺ ഹോൾഡർ ഇവരെ സാധനങ്ങളൊക്കെ നമുക്ക് കാര്യം പറയണേ, നീ പണിയെടുക്കല്ലേ ഒരു കൂടിയിട്ട് ആവശ്യം. ഇവർ പണിയെടുക്കൂല കേട്ടോ, അവരുടെ കൈ കൊടുത്താൽ മതി എന്താന്നുള്ളത്. ഞാൻ ഇത്രയും പൈസ കൊടുക്കുന്നത് നമ്മൾ പണിയെടുക്കേണ്ടി വരും. അവസാനം ഇവർ നോക്കി നിൽക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ ഗൈസ്. ഇവരുടെ സാധനം നമ്മൾ ഇവിടെ വെക്കുന്നു. ഗൈസ് ഇതാണ് സോളാറിൽ പ്രവർത്തിക്കുന്ന കണ്ണ്. ഇവിടെ വെക്കാല്ലേടാ? മേളി വെച്ചാലേ 2 എണ്ണം, ആകെ 2 എണ്ണം ഉള്ളൂ. മൊത്തം 5 എണ്ണം അങ്ങനെ ഉള്ളൂ. ബാക്കിയെല്ലാം വേറെ വണ്ടികൾക്ക് വേണ്ടി മേടിച്ച അത് മാത്രം. സോളാർ ലൈറ്റ്, സോളാർ ഐസ്, സോളാറേ कद ना हाँ ये सोलर आएगा करंट आएगा नो इलेक्ट्रिसिटी. अगर ठंड रहेगा तो बंद रहेगा. हाँ 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 वो टाइप. रात रहेगा तो बंद रहेगा, दिन रहेगा 2 आवर मिलेगा इतना. जेट बोट और वाशर 10 नंबर. ഈ കാണുന്ന 12 ടൈപ്പ് അല്ലടാ? 12 ടൈപ്പ് അല്ലല്ല, 4 എണ്ണം വേറെ ടൈപ്പ്, 4 എണ്ണം വേറെ. ഇത് ഫുൾ സ്റ്റാർ ആട്ടോ. പിന്നെ ഇതൊക്കെ വണ്ടി വെക്കാനുള്ള ലൈറ്റുകളും സംഭവങ്ങളൊക്കെ കണ്ടോ. ഇത് ഫ്രണ്ട്, ഇത് ഫ്രണ്ടിൽ വെക്കുന്ന ചാത്ത സാധനം കേട്ടോ. ഒറിജിനൽ അല്ല കേട്ടോ. ഒറിജിനലിന് മറ്റേ ഇതുണ്ടാവും, ഫാൻ ഉണ്ടാവും അല്ലേ? ചാത്തന ഒരു ചെറിയ പ്രകാശം കിട്ടും, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങ് ഇത് പിന്നെ പണ്ട് പോലെ നമ്മുടെ ദേശീയ സാധനം. പണ്ട് ഇനി 200 150 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ വില കൂടി കേട്ടോ. ചൈനയിൽ നല്ല സാധനത്തിന് വില കൂടിയില്ലേ. ഇതൊക്കെ നമ്മൾ ഇത് നാട്ടിൽ ചെല്ലും ഞങ്ങൾ അയച്ചു കളയും കേട്ടോ. ബാ ഇനി അടുത്ത് കാണിച്ചു തരാം. ബാ शमी की दुकान पे भी है. है वहाँ से लियो. आप बोलो मैं ले लिया. ബാ ലിവിനെ आप कॉल करेगा. നീ ഇവിടെ വന്നോ, ഞാൻ പോകുന്നില്ല, ഞാൻ പോയിട്ട് വരാം. ആണോ? നിങ്ങൾ ഒരു സൂത്രം കാണിച്ചു തരാം. കണ്ടോ വണ്ടിക്ക് ഞങ്ങൾ കണ്ണ് വെച്ചു. ഇത് കണ്ടോ 2 ചെറിയ കണ്ണ്. വേണേ താഴെ കൂടെ വെക്കായിരുന്നു, വേണ്ടല്ലേ? വേണ്ട, വൃത്തിയിടാവും. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ മൊബൈൽ ഹോൾഡർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ പണി തീർന്നിട്ട് കാണിച്ചു തരട്ടെ. ഓരോരുത്തരോരോന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടിയിൽ ലൈറ്റുകൾ വെക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, ഇതെവിടെ ഒരെണ്ണം ഫിറ്റ് ചെയ്തു. ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാവുള്ളൂ. അല്ലാതെ കുറച്ച് സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നുള്ളൂ, അതായത് നാട് വരെ ഓടി എത്താനുള്ള സംഭവങ്ങൾ. അതെ, ഇങ്ങനത്തെ 2 ലൈറ്റ്, പിന്നെ കുറച്ച് 4 ഇൻഡിക്കേറ്റർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഫിറ്റ് എൻ്റെ അഭിപ്രായത്തിൽ അത് പിന്നെ ഞങ്ങൾക്ക് ആനന്ദകരമാക്കാൻ കുറച്ച് ഡാൻസ് കേൾക്കണ്ടേ ഗൈസ്, പാട്ടൊക്കെ കേൾക്കണ്ടേ ഗൈസ്, അതിനൊക്കെ കുറച്ച് സംഭവങ്ങൾ മാത്രം. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ഏത് വണ്ടി, അതായത് ഇന്ത്യയിൽ ആരൊക്കെ വണ്ടി മേടിക്കണ്ടോ അവരവരുടെ വണ്ടി മനോഹരമാക്കാൻ പല കാര്യങ്ങളും ചെയ്യും. പണ്ട് നമ്മൾ സൈക്കിൾ മേടിക്കാൻ മുത്തിട്ട് തുടങ്ങുന്ന പരിപാടി ഇത് അടിച്ചു തുടങ്ങുന്ന പരിപാടിയാണ്. അപ്പം ഒരു ഇതാണ് ഇത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സംഭവം നീ പറഞ്ഞ കൂടുതൽ വെക്കാന്നാ വേണ്ട, ഇത് മതിയാ ധാരാളം. നമ്മൾ ഇഷ്ടം പോലെ സാധനം മേടിച്ചിട്ടുണ്ട്. 10 അവിടുന്ന് മാത്രം 35,000 രൂപ സാധനം മേടിച്ചു. ഞാൻ വഴിക്കുന്ന ഇനി വയറിങ്ങിന് തുടങ്ങുന്ന അമ്മ നശിപ്പിക്കുക. അത് ധാരാളമാടാ, വേണമെങ്കിൽ ഇതുണ്ട്, വെള്ളമുണ്ട്, പോരെ മതിയടാ. ഗൈസ് നമ്മുടെ ഇത് ഇടാൻ വേണ്ടി പോവാ കേട്ടോ. അതായത് നമ്മുടെ നമ്മുടെ റെക്സിന് ഇടാൻ വേണ്ടി പോവാണ്, നമ്മുടെ സീറ്റിൻ്റെ. അപ്പോൾ അതിനുള്ള പരിപാടികൾ ആശാനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ട് ഈ റെക്സിൻ മാറ്റി കേട്ടോ. നമ്മളത് മാറ്റാൻ നേരത്തെ ഞാൻ ഇവനും പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അത്രയും പൈസയുള്ളൂ ഇവിടെ. നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം പൈസ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അത് ഡയമണ്ട് കട്ടോടൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് 3,800 എവിടെ കിട്ടാൻ അല്ലടാ ഇതിനെ. അതായത് ഇത്ര സാധനത്തിന് 3,800 കൊടുക്കേണ്ടി വരും അല്ലേ എന്നുള്ള പരിപാടിയാണ്. ഫട്ടാഫട്ട് പരിപാടി, സ്പീഡിലുള്ള പരിപാടികളാണ്. ഓരോന്നായിട്ട് ചെയ്യട്ടെ. അപ്പം നമ്മുടെ പരിപാടികൾ ഓരോന്നായിട്ട് പെട്ടെന്ന് തീരുമല്ലോ. അത് പിടിച്ച് കെട്ടിയൊക്കെ നല്ല മര്യാദ കേട്ടോ. അതേസമയത്ത് ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ഇവര് അവരുടെ പരിപാടി പെട്ടെന്ന് തീർക്കും. മറ്റേ റോക്കറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അവരിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ പരിപാടി നിർത്തിപ്പോൾ അവരവരുടെ വീട്ടിൽ പോകും കേട്ടോ. എല്ലാ പരിപാടിയും നിർത്തും. എന്തായാലും ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത് കേട്ടോ. ഇതാണ് പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിലാണ് സംഭവം നടക്കുന്നത്. മോൻ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് എന്തല്ല അപ്പം നോക്കിക്കുന്നു, മോൻ പണിയെടുക്കുന്നു. ഒരു പ്രായമൊക്കെ അങ്ങനെയാണ് അല്ലേ? ഗൈസ് मैं बोलेगा आपका बच्चा आपका क्या बोलेगा, आपका बिजनेस जनरेशन यही है ना. वो मैं बोलेगा गाइस
അതാണ് പരിപാടി കേട്ടോ. അതായത് അപ്പൻ്റെ ബിസിനസ് സംഭവം നോക്കിയിടുന്നത് അത് ഭയങ്കര സംഭവം കേട്ടോ. അതൊക്കെ എന്തായാലും ഓരോന്നോരോന്നായിട്ട് ആശാന്മാർ ചെയ്യട്ടെ. അതേ സമയത്ത് ഇവിടെയും പടപടാ പരിപാടികളാട്ടോ, ഒന്നിനൊരു കുറവില്ല. എല്ലാവരും ഫടാഫട്ട് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തീരും. ഓ നീച്ചേ ये तो ऐसे हो जाएगा ना भाई, हाँ ये बम्पर टेढ़ा ना, इसलिए हमें फिर अपने हिसाब से करना पड़ेगा सब कुछ. ഗൈസ് അതങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. ഫ്രണ്ടിലെ മൂന്നെണ്ണം അങ്ങനെ കാണുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇല്ലടാ ഇതിനെ. അതെ അതെ അതെ, താഴോട്ട് വെച്ചാൽ മതി. ബോറാവൂല്ലോ. എന്തായാലും നമുക്ക് നാട്ടിൽപ്പെട്ട് മാറ്റാലോ. പരിപാടി തൽക്കാലത്തേക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്ന കേട്ടോ. ഇതിങ്ങനെ ലോങ്ങിൽ നിന്ന് വന്നാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇട്ടാക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടത്തില്ലായിരുന്നു. ഇപ്പം തൽക്കാലത്തേക്കല്ല ഇങ്ങനെ ഇരിക്കട്ടെ, പൊട്ടപ്പൊട്ടയെന്ന് ആയിക്കോട്ടെ കാര്യങ്ങൾ. ഗൈസ് കണ്ടോ, ഡയമണ്ട് ഇട്ട് സീറ്റ് മാറിയ മാറ്റം കണ്ടോ. സീറ്റ് മൊത്തം മാറി. ഒരു പ്രീമിയം സെറ്റപ്പ് ആയില്ലേ? ഒരു പ്രീമിയം സെറ്റപ്പ് ആയി മൊത്തത്തിൽ. ഗൈസ് ആ വൃത്തിയോടെ അങ്ങ് മാറി കിട്ടി. നല്ല ലുക്കായിട്ടോ മൊത്തത്തിൽ. ഇനി ഇടാനുണ്ടോ, ഓരോന്നോരോന്നായിട്ട് ഇടാനുണ്ടോ, എല്ലാം ഇട്ട് തീർക്കട്ടെ. ഗൈസ് എന്തായാലും സാധനങ്ങൾ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അതായിരിക്കും അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. ഗൈസ് അതിൻ്റെ നടുക്കൊക്കെ കുറേ സാധനങ്ങൾ വരാനുണ്ട്. അതെല്ലാം വരട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഈ സാധനം കേട്ടോ നമ്മുടെ പ്രഷറാണ്. അപ്പം ഈ കുറേ സാധനം ഫിറ്റ് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് മാറ്റി പറഞ്ഞു ഞങ്ങൾ പണി നിർത്തിക്കോളാം. ലാസ്റ്റ് ഇപ്പം സംസാരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിലെ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് മാറ്റി 1400 വേറൊരെണ്ണം മേടിച്ചു കേട്ടോ. അത് ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നുന്നു. മറ്റേത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനം അത്ര പോരാ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി. ഇതായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത്, പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആയിരുന്നിട്ട് മാറ്റി. ഇത് വെച്ചു, ഇപ്പോൾ ടേപ്പടിക്കാണ്ട് ഇത് വെച്ചു. അപ്പുറം വെച്ചൊക്കെ സാധനം കണ്ടോ, അത് അത്യാവശ്യം കിട്ടില്ല സാധനം ഉണ്ടോ. എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഷോറിന് മാത്രം ഊമ്പിപ്പോയി. ഇത് മൾട്ടി കളർ ആയിപ്പോയി കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച മൾട്ടി കളർ അല്ലായിരുന്നു, നോർമൽ കളറായിരുന്നു. ഞാൻ ടേപ്പടിക്കാതെ അവിടെ ടൈറ്റ് ചെയ്ത് ഒപ്പിച്ചല്ലേ, ടേപ്പടിക്കാതെ ടൈറ്റ് ചെയ്ത് അവനോട് ഒപ്പിച്ചു. ഗൈസ് നോക്കണ്ട. എന്തായാലും സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കട്ടെ കേട്ടോ. ഇവിടെയും ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. ലിബിൻ അവിടെ പോയേക്കാണ് വേറെന്താ കാര്യം ചോദിക്കാൻ വേണ്ടി. അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ കേസുള്ളൂ, അങ്ങനത്തെ വിഷയമില്ല കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ നമ്മൾ വിചാരിക്കാത്ര ശോഭാവില്ല കേട്ടോ. ഇല്ലല്ലേ, ആവശ്യമില്ലാത്ത പരിപാടി രണ്ടാമത്തേയും ചെയ്തു. അതായത് മേള് നമുക്ക് നാട്ടിൽ ചെന്ന് ശ്രമിക്കാം കേട്ടോ ലിബി. അതായത് ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ദൈവത്തിനറിയാം എന്താവും എങ്ങനെയാവും എന്നുള്ളത്. വണ്ടി ഇപ്പോൾ ഓണിലാണ് ഉള്ളത്. അപ്പം ഇതുണ്ട് മേളിലിങ്ങനെ ഡയമണ്ട് കെട്ടിൻ്റെ ഒരു സംഭവമുണ്ട്, പക്ഷേ ഫിനിഷിംഗ് ഒന്നുമില്ല. കുഴപ്പമില്ല കേട്ടോ. ടീക്കെ ഇതുണ്ട് സീറ്റിൻ്റെ കാര്യം. ഇനിയിപ്പോൾ നടുക്കത്തെ കുറച്ച് പരിപാടിയും കൂടെ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആയി കിട്ടോ പരിപാടി. നമുക്കൊരു ക്ലാമ്പ് അടിക്കാനേ, ഒരു ക്ലാമ്പ് അടിച്ചിട്ട് ഇത്ര ഒരു ഇത് വന്നില്ല. അങ്ങനെ കുഴപ്പമില്ല. നാട്ടിൽ നമ്മളല്ല ഇത് റഫായിട്ടാണ് ഉപയോഗിക്കുന്നത് നോക്കുന്നത്. ഇപ്പം നൈസായിട്ട് നമുക്കത് അടിക്കാൻ വേണ്ടി നോക്കി. ഈ പുള്ളിക്ക് അറിയാവോ ലിവിനെ? ഈ പുള്ളിക്ക് അറിയാവോ? എനിക്കറിയത്തില്ല. ഈ പുള്ളിക്കാരനാരാ? ഇതോ ചെയ്യുന്നു. ഈ പുള്ളി അത് ചെയ്യുന്നു. ഇത് ഇവര് വല്ല പണിക്കാരായിരിക്കും. ഇനി ഇയാൾക്ക് പൈസ കൊടുക്കേണ്ടി വരുമോ? അറിയില്ല, ചോദിച്ചു നോക്കി. ഇവരെല്ലാം ഒരു സെറ്റാ. ആര് ചെയ്യുന്നതെന്ന് ചോദിച്ചോടാ. അത് അവർ തന്നെ അവർ ചെയ്യുന്നുണ്ട് എടുത്ത്, നമുക്കറിയണ്ടല്ലോ. അല്ല അവരോടല്ലേ നമ്മൾ നിർത്താൻ പറഞ്ഞല്ലേ. ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഡയമണ്ടൊക്കെ അടി സെറ്റ്. ഇനിയിപ്പോൾ നടുക്കുന്ന സാധനം കൂടെ വന്നാൽ മതി കേട്ടോ. എന്തൊക്കെയാണോ നടക്കുന്നുണ്ട് നോക്കട്ടെ. ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ അതിൽ 2-3 ലൈറ്റ് പിടിപ്പിച്ചാൽ എനിക്ക് അത്ര സുഖം തോന്നിയില്ല കേട്ടോ. കുഴപ്പമില്ല. ഇത് അവിടെ അടിച്ച ടയറിൻ്റെ അവിടെ ക്ലാമ്പ് അടിച്ച് തൽക്കാലത്തേക്ക് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. തൽക്കാലത്തേക്ക് മാത്രം എത്തുന്നോടം വരെ കുറച്ച് ലൈറ്റ് കത്തിക്കണം. ലൈറ്റ് ഒരെണ്ണം കൊണ്ട് തിരിച്ചു കൊടുത്തോ? മൈനസ് അടിക്കാൻ ഓർക്കണേ കേട്ടോ. 1400 ഇതിന് പുതിയതിന്. പഴയനോ? പഴയതിന് 350 രൂപ ഒരെണ്ണത്തിന്. ഇതെല്ലാം കേരള ബോർഡർ എത്തുമ്പോഴത്തേക്കും എല്ലാം ഊരി വെക്കണം. അതായത് ഇത് വെച്ചത് കൂടാതെ ഇനി വേറെ ഇലക്ട്രീഷ്യനെ കണ്ടുപിടിക്കണം ഇത് ഊരാൻ വേണ്ടി. എയറോണ് അല്ല, നമ്മുടെ ഫ്രണ്ടത്തെ എയറോണ് ഊരുന്നില്ലല്ലോ. അത് കമ്പനി വരുന്നത്. ഇതവൻ സെറ്റ് ചെയ്യാൻ പോകണം. അവൻ അറിയാമെന്നുള്ള പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഒരു 3 പേര് കൂടി എടുക്കുന്നത്. നമ്മളോട് പറഞ്ഞ പൈസ നമ്മൾ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞും കൂടുതൽ വെച്ചോ ഞങ്ങൾ ഇവനായിട്ട് ഉടക്കി കേട്ടോ. അല്ലേ ഇവനെ അല്ല, നമ്മൾ പറഞ്ഞ പൈസ അവൻ പറഞ്ഞ പൈസ അത് നമ്മൾ അംഗീകരിച്ചു. രണ്ടാമത് പറയുമ്പോൾ നമ്മളുമായിട്ട് ഉടക്കി. അതായത് അവിടെ വണ്ടിയുടെ ഓൺ അടിക്കുന്നുണ്ട്. നമ്മളാ വിചാരിച്ച ഈ സംഭവം അപ്പോൾ ഓർത്തെ വേറെ വേണം, ഞങ്ങൾ പറ്റൂലെന്നോ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉടക്കി. അപ്പം അവർ ശരിയായിട്ട്, കാരണം അവർക്ക് വേറെ കിട്ടൂല. നമുക്കറിയാം ഈ പൈസ കൂടുതലാണെന്നും. പക്ഷെ നമ്മൾ ആവശ്യക്കാരനാണ്, അതുകൊണ്ട് ചെയ്യുവാണ്. ഇപ്പോൾ പൈസ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി മുന്നോട്ട് പോകില്ല. അല്ല നമ്മുടെ ഉദ്ദേശം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു മറ്റേ ഇതൊക്കെ ഇത് വെച്ചില്ലേ, അതായത് നീളത്തിലുള്ള സാധനമൊക്കെ ചെയ്തില്ലേ, നമുക്കാണെങ്കിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇനി. അല്ല, എനിക്ക് നന്നായിട്ട് അതാ ഞാൻ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഗൈസ് എല്ലാം ചാലു വന്നോണ്ടോ. ഞാനിതല്ല യെല്ലോയെ പ്രതീക്ഷ, പക്ഷെ കത്തുന്ന മുതൽ റെഡാന്ന് മാത്രം.
എടാ ലൈറ്റ് മൊത്തം മാറിപ്പോയടാ ലിവിനെ. ലൈറ്റ് രണ്ടാ വന്ന് എല്ലാം മാറിപ്പോയി, ഉൾട്ടയായിപ്പോയി. അതും അബദ്ധം പറ്റി കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഫുള്ള് യെല്ലോയാണ്. ഇതിപ്പം പറന്ന് കത്തുന്നതും ചാടി കത്തുന്നതും മൊത്തം വാണേഷായി ആ സാധനം. ഇതന്നെ മിന്നുന്നേ. കമ്പനി പിന്നെ വരുന്ന സ്റ്റില്ലായിട്ട് നിൽക്കൂല. അതുകൊണ്ട് സ്വിച്ച് ഇട്ട സ്റ്റില്ലായിട്ട് നിൽക്കും. സ്റ്റില്ലായിട്ട് നിൽക്കും. 2 മൂട്ട സ്റ്റില്ലായിട്ട് നിൽക്കും. നീ കണ്ടോ? മിന്നി കാണിച്ചായിരുന്നു. സ്വിച്ച് നമ്മൾ ഭയങ്കര കൂട്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ ഞങ്ങൾ തന്നെ ഓന്ത പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. നമ്മൾ ഊട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടക്കും കേട്ടോ. പിന്നെ അവർ പിന്നെ സെറ്റായി, അവർ പിന്നെ കാര്യം മനസ്സിലായി, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ പൈസ പറഞ്ഞിട്ട് വീണ്ടും മാറ്റി പറഞ്ഞു, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം പറഞ്ഞ് പൊക്കി കാണിച്ചു കൊടുത്തിട്ട് അവനെ കയറ്റി ഇതിനകത്ത്. എന്തായാലും 3 6 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും എല്ലാം കത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. ഓ ഇവിടെയാണ് വാണേഷ്, അവിടെയാണ് ലോണേഷ്. ഇവിടെ അത് കറക്റ്റ്. പിന്നെ അവിടെ നിന്ന് ചെയ്യാൻ സൈഡേ കിട്ടുള്ളൂ. ഇതുണ്ടല്ലോ, കുഴപ്പമില്ല, നാട്ടിൽ നിന്ന് ബാക്കി ചെയ്യാം അല്ലേ? ആ ഗൈസ് എല്ലാം നാട്ടിൽ നിന്ന് ബാക്കി ചെയ്യുന്നതല്ല, അതായിരിക്കും ഇച്ചിരി നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവർക്ക് ഈ വയറൊക്കെ എടുക്കുവാണോ ആ പൈസ പറഞ്ഞത്? നല്ല ലേബർ മാത്രത്തിനാണ് നമ്മൾ ഈ പൈസ കൊടുത്തത്. ലേബർ ഉള്ളി ഇവിടുത്തെ ഇലക്ട്രീഷ്യന്മാരെല്ലാം കണക്കാട്ടോ. ഉണ്ടാവും എന്നെ ഞാൻ വിചാരിച്ചു പുതിയ പിള്ളേരാണ് എന്തെങ്കിലും അറിയായിരിക്കും. അവന്മാർ കൊടുത്ത് ഒഴിവാക്കട്ടെ. ഡാലോ ആ സെൻറ്ററത്തെ കൂടി ഇടാൻ പറ. സെൻറ്റർമേ ഡാലോ ഡാലോ കൈ സെൻറ്ററിലേയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം പരിപാടി ഇതിൻ്റെ കഴിഞ്ഞാട്ടോ. ഉള്ളിൽ കയറി നോക്കാം, എന്നിട്ട് നമുക്ക് അല്ലടാ നേരെ നോക്കി നാളെ പെയിന്റ് അടിപ്പിച്ചിട്ട് പോവാം. പെയിന്റ് അടിക്കാം. നാളെ പെയിന്റ് അടിച്ച് കുറച്ച് ബിൽഡിംഗ് ഉണ്ട് ഇവിടെയും ഇപ്പം വേറെ എവിടെയാണ് നമ്മൾ ഇതേപോലെ ഇതായേ എന്നാ. ശരിക്കും നമ്മുടെ ഇന്ത്യ തന്നെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ബാക്കി അവിടെ ഇതേപോലത്തെ കൊത്തലടി ഇല്ലല്ലോ. ബാക്കി പറഞ്ഞ പൈസക്ക് ചെയ്തു തരുമല്ലോ കൂടുതൽ പറഞ്ഞാലും. ശ്രദ്ധിക്കണം ഗൈസ്. കേരളം വിട്ടോ പിന്നെ അവന്മാർ പറയുന്നത് ഇപ്പം പറയില്ല, ഇപ്പം പറയുന്നത് പിന്നെ വേറെ കോമഡി ഉണ്ട്. ഇവർക്ക് ഇവിടെ വണ്ടി പണിതാൽ 100 രൂപ കിട്ടുള്ളൂ. നമ്മളെ കിട്ടുള്ളൂ, നമ്മളെ കിട്ടുള്ളൂ, വധിക്കാൻ കിട്ടുന്ന സമയത്തല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അത് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടീനെ മേടിച്ച് നിങ്ങൾ കേട്ടത്. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മറ്റേ തീ വരുമ്പം അടിക്കുന്ന സാധനം മേടിക്കണം, എന്തായാലും മേടിക്കണം. ഗൈസ് മൊത്തം ഇതേ നാട്ടിലത്തും ദൈവത്തിനായിട്ട് ഇതിന് ഇലക്ട്രിക്കൽ ബാധിന് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. മറ്റവൻ ആദ്യം തുടക്കുമ്പോൾ അവൻ കൈ വെച്ചപ്പോഴേ വണ്ടി കണക്കായിരുന്നു അല്ലേടാ. ആദ്യമായിട്ട് ഒരു വണ്ടി മീറ്ററും ഇതും ഇല്ലാതെ ഇവിടുന്ന് പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് മീറ്റർ ഇല്ലാതെ ഓടിക്കുന്നുണ്ടോ. എണ്ണ തീരുമെന്ന് നമുക്കറിയത്തില്ല, ദൈവത്തിനറിയാട്ടെ. എൻ്റെ ഡോർ ഇപ്പം പോയാൽ ദൈവമേ, ഡോറെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ. 2 സൂണന്മാർ ഇടുന്നുണ്ട്, ഓരോ കാര്യങ്ങളായിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എടാ മറ്റേ എന്നാണ് ചെയ്യുന്നില്ല പിന്നെ ഏതാ? പിന്നെ അപ്പുറത്ത് ഞാൻ വേറൊരു പീസ് വേണമെന്നുണ്ട്. ഭയ്യാ ഓ സീറ്റ് കാ ദൂസര പീസ് കിതറേ ഉസ്കാ? അച്ഛാ അവിടെ ബനായിക എന്നാ പറഞ്ഞ കേട്ടോ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റൊട്ടിയെല്ലാം ഉണ്ട്. അതാ അടുത്തുള്ള ടീമിലെത്തി. അടുത്ത ടീം अब बर्थडे कौन सा आदमी का बर्थडे? भाई का. इधर का केक बढ़िया है ना? हाँ എല്ലാവരും ഇവിടെ വന്ന കേക്ക് മേടിക്കുന്നത്. ഒരു ദിവസം 100-150 കേക്ക് വിൽക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ ഒന്ന് കാണിക്കുക. പിന്നെ നിങ്ങളെ പിടിച്ചേക്കാം, പുറത്ത് നടന്നോ. എത്ര നേരമായി പുള്ളിക്കാരൻ. നൈസ്. ഇത് കണ്ടോ, ഇവിടെ സാധനങ്ങൾ ഓരോന്നായിട്ട് സെറ്റപ്പ് ചെയ്യാണ്. ഗീറ് വീഴുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, കോമഡി ആയിരിക്കും മൊത്തം. നോക്കിക്കേ, നോക്കി क्या है? गियर मारेगा, आ रहेगा. मैं उधर आएगा. ഞാൻ പോയി ഗിയർ കേട്ടല്ലേ പിന്നെ. ആ സെറ്റപ്പ് ആയടാ. എടുത്തില്ലേ? ആ ഭയ്യ പക്കടോ. ഇത് കുഴപ്പമില്ല കേട്ടോടാ, ഇത് ഏകദേശം സെറ്റപ്പായി. ഇത് ഇരിക്കാം, കിടക്കാം, വേണം നിൽക്കാം. പിന്നെ നിന്റെ സീറ്റ് മാത്രം നാളെ ബോൾട്ട് ഇടിക്കണം. ഫുള്ള് പ്രീമിയം കേട്ടോ. നോക്കിയേ, ബഡിയായി അച്ഛായി ദേക്കോ ഏ ബഡിയാനാ. ഉറങ്ങാൻ സെറ്റപ്പ് അല്ലടാ. ഇനി അവിടെ ഒരു പീസും കൂടെ ഉണ്ടോ നിന്റെ അവിടെ? കാലിങ്ങോട്ട് വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ താത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇല്ല, ഒരു ഷീറ്റ് വിരിച്ചാൽ പോരെ. ഇത് ഗിയർ ഇടാൻ നിനക്ക് പറ്റുമോ? ഇതല്ലേ ഫുള്ള് അതോ? ആണോ? എല്ലാ ഗിയറും ഇടാൻ പറ്റും, കുഴപ്പമില്ലല്ലോ. ഇത് കൊടുത്ത കാശിനുണ്ട് കേട്ടോ. ആൾക്കാ ബഡിയായി ഇവിടെയൊക്കെ ലെവലായി. ए अभी आएगा ना? कौन सा? ये वाला इधर एक छोटा वो उधर ही पड़ा है. അവിടെ ഉണ്ട്. ठीक है. ये സെറ്റ് ചെയ്തല്ലേ പിന്നെ? സെറ്റ് ചെയ്യാം, പൈസ കൊടുത്താ. അത് നമ്മുടെ കണക്കിലില്ലാത്തതാ. അത് കൂടുതൽ കൊടുക്കണ്ട, കൊടുക്കുക. ഇതൊരു എക്സ്ട്രാ മേടിച്ചാണ് ആ സീറ്റിന് വെക്കാൻ വേണ്ടി, കിടക്കാൻ വേണ്ടി. ഈ 2 സീറ്റും ഇതും ഇതെല്ലാം കൂടെ 4200 രൂപ. നല്ല പണിയാട്ടോ. ഭയ്യാ
काम बढ़िया है, एक नंबर बढ़िया है. अभी देखो प्रीमियम है ना, अല്ലേ? ഇത് ഇച്ചിരി ബേക്കോട്ട് ഇറക്കിയിട്ടാ ഇവിടുന്ന് ഉറങ്ങാൻ പറ്റൂല, അവിടുന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ओके काम बढ़िया है, अच्छा है. देखो अच्छा प्रीमियम आएगा गाड़ी में अंदर. ഇവിടെ നീ സാധനമൊക്കെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഒരു പൈസ പറയാ ചെയ്യുക. ഇങ്ങനെ കിടക്കാൻ പറ്റൂടാ. ആ എങ്ങനെ കിടക്കാം? ഇതുണ്ടോ ഇങ്ങോട്ട് കാല് വെച്ചാൽ പോരെ. ഇങ്ങനെ കിടക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ഓടിക്കാൻ വേണ്ടി പറ്റൂല. ഓടിക്കാൻ പറ്റില്ല, ബേക്കോട്ട് ഇടുക. ഓടിക്കാൻ പറ്റും, ഇങ്ങനെ ഓടിക്കേണ്ടി വരും. പക്ഷെ അപ്പോൾ ഭയങ്കര ഇതാണ്. बोला नहीं है स्पीकर बॉक्स कैंची काट ली है तो आदमी को बोलो, मैं ले गया, मेरे को सामान पता नहीं. പിന്നെ സ്പീക്കറിന്റെ ബോക്സ്, स्पीकर बॉक्स ओ मैं ले लूँ, ठीक है. ओ हाँ സ്പീക്കറിന്റെ ബോക്സ് 4000 സാധനം ശരിയാട്ടോ. പിന്നെ സ്പീക്കർ ബോക്സും വേണം, പിന്നെ ഇതും വേണോടാ. ഏതാ ബാബാ ഞാൻ പറഞ്ഞു എന്നാ? ഗൈസ്, ഈ കാണുന്ന സാധനം കുറച്ച് കുഴപ്പമില്ലാത്ത ലൈറ്റ് ആട്ടോ. ഇത് 1400 രൂപയാണ്, ഒരെണ്ണത്തിന് 700. ഇതും കുഴപ്പമില്ല, പക്ഷെ ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതെല്ലാം ചാത്തനാണ് സാധനങ്ങൾ. ഇതെല്ലാം ചാത്തനാട്ടോ, എനിക്കറിയാം, 100% ഉറപ്പാണ്. ലൈറ്റൊക്കെ നിന്ന് കത്തുന്നുണ്ട്, കുറച്ച് നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. കണ്ണ് മാത്രം എന്താണോ കത്താത്ത, ഓരോന്നോരോന്നായിട്ട് ഇവന്മാർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിബിൻ സാധനമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബേക്കിത്തെ ലൈറ്റ് മാറ്റണമെന്ന് പറ. ഒന്നും ബ്ലിങ്ക് അടിക്കുന്നില്ല, കേട്ടില്ല. ബേക്കിത്തെ ലൈറ്റ് ശരിയാക്കാനുണ്ട്. ഏതാടാ അങ്ങനെ സൈഡത്തെ, അങ്ങനെ സൈഡത്തെ അല്ല, അത് മൊത്തം ഉൾട്ടയാ. ഇതാ മൊത്തം ഊരി വിട്ടാലും റെഡി ആവുള്ളൂ. ഇതാണ് സ്പീക്കറിന്റെ. സ്പീക്കറിൽ നിന്ന് കാണിച്ചു കൊടുത്തില്ല ഇവന് ആൾക്കാരെ. അല്ല പിന്നെ 350 രൂപയുടെ സ്പീക്കർ സ്പീക്കർ ഉണ്ടോ? ഇതാണ് 350 രൂപയുടെ ഇവിടുത്തെ സ്പീക്കർ സെറ്റപ്പ്. നമ്മുടെ നാട്ടിലേക്ക് എത്ത് സ്വർഗ്ഗമാണല്ലോ. അല്ല, ഇതിന് ഒരെണ്ണം മാത്രം മാറ്റിയാൽ മതി. ഏതാ ഇത് മാത്രം മാറ്റണ്ടോ? ഇത് കണ്ടോ, ഇത് മിന്നുന്നത് കണ്ടോ, ബാക്കിയെല്ലാം മിന്നുന്നത് കണ്ടോ? അത് കണക്ഷൻ ഉൾട്ടയാന്ന് വേറെ കാണിച്ചു തരാം. നമ്മൾ ഉദ്ദേശിച്ചെല്ലാം മാറിപ്പോയി കേട്ടോ. മറ്റേത് ഉപയോഗിക്കാൻ പറ്റൂലോ ഇവനെ. ഏതാ? അതെല്ലാം തന്നെ മേടിക്കേണ്ടി വരും. ഏതാ? മറ്റേ നമ്മൾ മേടിച്ചോണ്ട് ഇരിക്കുന്ന സാധനം ഇത് കണ്ടോ? അത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ കളറാവും. ചിലത് ഉൾട്ടയായിപ്പോയി. ഗൈസ്, കോമഡി ആട്ടോ മൊത്തത്തിൽ. എനിക്കിത് കാണുമ്പം ഞാൻ ഉദ്ദേശിച്ച മൊത്തം എല്ലാം കേട്ടോ, പക്ഷെ എനിക്ക് കിട്ടിയതെല്ലാം ഉൾട്ടയായി. 26,000 രൂപ വെള്ളത്തിൽ പോയോടാ? എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ പോയെന്നാ. വെള്ളത്തിൽ പോയെന്ന് തോന്നുന്നു. 26,000 30,000 രൂപ അടുത്ത് വെള്ളത്തിൽ പോയി. നമ്മൾ സാധനം നോക്കിയെടുക്കാമായിരുന്നു, അതൊക്കെ സാധനം നോക്കണമായിരുന്നു. ഇതൊരു നല്ല സാധനം കേരളത്തിൽ കിട്ടുമായിരുന്നു അല്ലേ? സാധനം ഒരു കൊണ്ടുവരും. പണിയാം, അത് നമുക്ക് തൽക്കാലം മൊത്തം ഓമിനിയിലങ്ങ് കയറ്റാം. ചാത്തനാ അതല്ല അല്ലേ? എന്നാ ഓമിനി കയറ്റാൻ പറ്റുന്നുള്ള എല്ലാ സാധനം നമുക്ക് ഉപയോഗിക്കാൻ ഇത് 24 അല്ലേ? 24 സാധനങ്ങളൊക്കെ നല്ലതായിരിക്കും. ഇത് 24 എന്നോട് അപ്പോഴേ ആൾക്കാർ പറഞ്ഞു ആ സ്പീക്കർ ചാത്തനായാത്ത. ഞാൻ വിശ്വസിച്ചില്ല. നീയോ? ഞാൻ വിശ്വസിച്ച പിന്നെ 1100 രൂപയ്ക്ക് പിന്നെ നിനക്ക് നല്ലത് കിട്ടുമോ? അത് ചാത്തൻ. ഗൈസ്, അവൻ കട്ട് ചെയ്യാൻ പോയിട്ട് എന്തിയടാ? എന്തിയവൻ? അവനെവിടെ കിട്ടി അവനെ? ഗൈസ്, ഈ ലൈറ്റൊക്കെ ഒന്ന് കത്തി കണ്ടായിരുന്നേൽ വയറിങ് ഒന്നും അവിടെ കത്തുന്നില്ല, ഇവിടെ കത്തുന്നു. അത് മറ്റേ സുഗുണം ചെയ്തല്ലേ? ആ സുഗുണം കൊണ്ട് പറ്റുന്ന സുഗുണം ചെയ്തു. പിന്നെ ഓരോരുത്തരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ ഊരിയിട്ട് ഒരേ കളർ വരുന്ന നാട്ടിൽ മൊത്തം ഊരി പണി കേട്ടോ. അമ്മലിനെ കൊണ്ട് മൊത്തം പണിയെടുപ്പിക്കണം. മൊത്തം A to Z മൊത്തം പണിയെടുക്കണം, അതായത് ശരിയാകത്തുള്ളൂ. നാളെ പണിയില്ല നമുക്കിനി. ഇതുണ്ട്, ഇതൊക്കെ എന്നാ പെയിന്റ് അടിപ്പിക്കണ്ടേ? ഇതൊക്കെ എന്നാ കാണിച്ചു വെച്ചേക്കുന്നത്? ഏതാടാ? ഇതിൽ നന്നായിട്ട് ടാഗ് എന്ന് പറഞ്ഞാൽ അല്ല, ഇതെല്ലാം KCB ഇതിൽ നന്നായിട്ട് ലൈൻ വരും. ഇതെല്ലാം ടാഗ് ചെയ്യുന്ന പറഞ്ഞത് ഓർക്കണല്ലേ പിന്നെ ഇതൊക്കെ ടാഗ് ചെയ്യിക്കാനേ. 10 രൂപ ടാഗ് മേടിച്ചിട്ടുണ്ടാകും. എന്തിനാണാവോ ദൈവത്തിന് അറിയാം. ലൂസ് കണക്ഷനാ? അതെ അല്ല, അതെടാ അല്ല ഇവനെ അത് മിന്നി കത്തുന്ന അല്ലടാ. ഇപ്പം എന്തായില്ലേ? ആയില്ലേ? ഇതൊക്കെ അത്രേ ഉള്ളു കൈസ്. ഇതുണ്ടോ, നിൽക്കുന്നു, കത്തുന്നു, ഇതൊക്കെ എവിടെയോ തട്ടുന്നൊക്കെ ഉണ്ട്. അതാണ് സംഭവം. ഒരു അടിക്കുന്ന സാധനം എന്തായാലും മേടിച്ചു. ഗൈസ്, നമ്മുടെ ഡീസൽ തീർന്നു പോയായിരുന്നു. ഡീസൽ ഒഴിക്കട്ടെ കേട്ടോ. 30 ലിറ്റർ ഡീസൽ ഒഴിച്ചാൽ അത് എവിടെ പോയോ എന്തോ. അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ പോയോടാ ലിവിനെ? തേൽക്ക ഞാൻ പെട്ടെന്ന് തോന്നുന്നു ഞാൻ ഒഴിക്കേണ്ടി വരും. ഇന്നെൻ്റെ കിളി വാറും. അവൻ്റെ പൈസ കൊടുത്താടോ ലിവിനെ? എത്രയാന്ന് ചോദിച്ചിട്ട് കൊടുത്തേ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം അങ്ങനെ ഒഴിക്കണ്ടേന്നുള്ളത്. രാത്രിയായിട്ടും പരിപാടിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇത്രയും സന്ധ്യയായി. ഫാൻ ഫിറ്റ് ചെയ്തു, അത് ഫിറ്റ് ചെയ്തു, ഇത് ഫിറ്റ് ചെയ്തു, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ഫിറ്റ് ചെയ്തെന്നല്ലാതെ വേറെ ഒന്നും അങ്ങോട്ട് വലുതായിട്ട് നടന്നില്ല കേട്ടോ.